Debate with Smriti Parathikar. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ആദ്യം സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ചിന്റെ സുപ്രധാന വിധിക്കെതിരെ രംഗത്തുവരുന്നു. സുപ്രീം കോടതിക്ക് പ്രത്യേകാധികാരങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ 142 അനുച്ഛേദം ജനാധിപത്യ ശക്തികൾക്കെതിരായ ആണവ മിസൈലായി മാറിയിരിക്കുകയാണെന്നാണ് ഉപരാഷ്ട്രപതി പറഞ്ഞത്. ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ അംഗീകാരമില്ലാതെ വർഷങ്ങളായി കിടന്ന ബില്ലുകൾ നിയമമാക്കിയതാണ് ജഗ്ദീപ് ധൻഖറിനെ ചൊടിപ്പിച്ചത്. അധികം വൈകിയില്ല നിഷികാന്ത് ദുബെ, ദിനേശ് ശർമ്മ എന്നിവരും കൈവിട്ട പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് മതയുദ്ധങ്ങൾ നടത്തുന്നു എന്ന പരാമർശവുമായി ദുബൈ വന്നത് വഖഫ് നിയമ ഭേദഗതിയിൽ സുപ്രീം കോടതി എടുത്ത നിലപാടിലാണ്. നേതാക്കളുടേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും പാർട്ടിക്കതിൽ നിലപാടില്ല എന്നും BJP പറയുന്നു. സുപ്രീം കോടതിയെ ഭീഷണിപ്പെടുത്തുന്ന നേതാക്കൾക്കെതിരെ കോടതി സ്വമേധയാ കേസെടുക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്ഥിരം വിദ്വേഷ പ്രസംഗം നടത്തുന്ന നേതാക്കളെ വിവാദമാവുമ്പോൾ തള്ളുകയും പിന്നീട് ഇവരെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് ചരിത്രം. വഖഫ് ഭേദഗതി നിയമത്തിൽ സുപ്രീം കോടതിയെ സുപ്രധാന വിധി വരാനിരിക്കെ ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് ചോദ്യം. ചർച്ചയിൽ BJP പ്രതിനിധിയില്ല. കാരണം BJP തള്ളിയ പരാമർശങ്ങളാണ്, അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് BJP വക്താക്കൾ അറിയിക്കുന്നത്. ഡോക്ടർ A. സമ്പത്ത് CPM-ൽ നിന്നും, അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ വരദ് നിരീക്ഷകൻ, അഡ്വക്കേറ്റ് MR അഭിലാഷ് സുപ്രീം കോടതി അഭിഭാഷകൻ, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ A. സമ്പത്തിലേക്ക് പോകുന്നു. ശ്രീ സമ്പത്ത്, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറാണ് ആദ്യം സുപ്രീം കോടതി വിധിക്കെതിരെ രംഗത്ത് വന്നത്. ഇപ്പോഴിതാ നിഷികാന്ത് ദുബെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളും വരികയാണ്. അതിരൂക്ഷ പരാമർശങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയാണ് പരാമർശം നടത്തുന്നത്. വഖഫ് ഭേദഗതി നിയമം അത് സ്റ്റേ ചെയ്തേക്കുമോ എന്ന ആശങ്ക BJPക്ക് നിലനിൽക്കുമ്പോഴാണ് വളരെ മോശം പ്രതികരണമായി നേതാക്കൾ രംഗത്ത് വരുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ നിലപാടല്ല എന്ന് BJP തള്ളിക്കളയുന്നു. അത് അവരുടെ വ്യക്തിപരമായ നിലപാടാണെന്ന്. അങ്ങനെയെങ്കിൽ BJP ഈ നേതാക്കൾക്കെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അപമാനിച്ചതിന് നടപടിയെടുക്കേണ്ടതല്ലേ? അങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? സ്മൃതി, ഇതിപ്പോൾ ഒരു ബഹുമാന്യനായ BJP നേതാവ്, അദ്ദേഹം ഒരു വളരെ ജൂനിയറായ ഒരു പാർലമെൻ്റ് അംഗമൊന്നുമല്ല, അങ്ങനെ ജയിച്ചു വന്ന ആൾ മാത്രമായി കരുതരുത് ദയവായി. കാരണം 16ാം ലോക്സഭയിൽ അദ്ദേഹത്തോടൊപ്പം ഞാൻ ലോക്സഭാ അംഗമായിരുന്നതാണ്. ഡോക്ടർ PK ബിജുവും അതുപോലെ തന്നെ MP രാജേഷ് മന്ത്രിയായിരിക്കുന്ന MP രാജേഷ് ഉൾപ്പെടെയുള്ളവരെല്ലാം MP മാരായിരുന്നു. അടുത്ത് 16 ലോക്സഭ, ആ 2 ലോക്സഭകളിലും ഞങ്ങളുണ്ടായിരുന്നു. PK ശ്രീമതി ടീച്ചർ അടക്കം, ഇന്നസെൻ്റ് ഏട്ടനടക്കം, ജോയ്സ് ജോർജ് അടക്കം, P കരുണാകരൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാം ഉണ്ടായിരുന്ന സഭകൾ. ആ സഭയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. നിഷികാന്ത് ദുബെ ഈ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നയാളാണ് എന്നും ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. കാരണം അദ്ദേഹവുമായി ഒരു 5 കൊല്ലക്കാലം ഒരേ പാർലമെൻ്ററി സമിതിയിൽ തന്നെ ഞാൻ ഇന്ന് ധനകാര്യമന്ത്രിയായിരിക്കുന്ന P രാജീവ് ഉൾപ്പെടെയുള്ളവർ അങ്ങനെ പാർലമെൻ്ററി കമ്മിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരുമാണ്. ഇത് മറ്റു പല കേന്ദ്രങ്ങളിലും ആലോചിച്ച് ചില ആളുകളെ ചില അസൈൻമെൻറ്റുകൾ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഇന്നത് പറയുക, നിങ്ങൾ ഇന്നടത്ത് ഇന്ന കാര്യം എഴുതുക, നിങ്ങളിങ്ങനെ ഇതിനെ പ്രതികരിക്കുക എന്നുള്ള നിലയിലേക്ക് ഒരു കിനാവള്ളിയുടെ വിവിധ കരങ്ങൾ ഏത് വിധത്തിൽ പ്രവർത്തിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കരം എന്ത് ചെയ്യുന്നു എന്ന് മറ്റൊരു കരം അറിയുന്നില്ല, അറിയേണ്ടതുമില്ല. അവിടെ യു ഹാവ് ടു അക്കംപ്ലിഷ് ദ മിഷൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് വളരെ ബോധപൂർവ്വം BJP നേതൃത്വത്തിൻ്റെ അറിവും സമ്മതവും ഒത്താശയവും കൂടി വന്നതായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ 2 മിനിറ്റ് കൊണ്ട് ഈ ഒരു വേളയിൽ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ സ്മൃതി. 1946 ഡിസംബർ മാസം 13-ാം തീയതി അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ, അന്ന് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പാണ്, പക്ഷേ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അത് ഉണ്ടാവുമെന്നുള്ള ഉറപ്പിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ നമ്മുടെ ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ അതിൻ്റെ പേരെങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ നൽകിയിട്ടുള്ളത്. അതിൽ ഈ പുറക്കാനിരിക്കുന്ന രാഷ്ട്രത്തിൻ്റെ സുപ്രീം കോടതിയെ സംബന്ധിച്ച് വിശദമായി അവിടെ പറയുകയുണ്ട്. റെസൊല്യൂഷനൊന്നും വായിക്കാൻ ഇവിടെ സമയമില്ല. ഇവിടെ ദീപക് ധൻഖറുമായി ബന്ധപ്പെട്ടാണ് താങ്കൾ ചോദിച്ചതായ ഒരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 5 എന്നത് ദ യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. ഭാഗം 6 സംസ്ഥാനങ്ങളാണ്. അതിലെ 1-ാം അധ്യായം ചാപ്റ്റർ 1 എന്നുള്ളത് എക്സിക്യൂട്ടീവാണ്, കാര്യനിർവഹണ സമിതിയാണ്.
അങ്ങനെ ചാപ്റ്റർ 1 എക്സിക്യൂട്ടീവിലെ ആർട്ടിക്കിൾ അനുച്ഛേദം 63 വൈസ് പ്രസിഡന്റ് അഥവാ ഉപരാഷ്ട്രപതിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്. അത് സ്മൃതി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ ബഹുമാന്യ സുഹൃത്തുക്കളും അനുച്ഛേദം 65(2) പറയുന്ന ഒരു ഭാഗത്തേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആർട്ടിക്കിൾ 65(2) പറയുന്ന, ഞാൻ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. When the president is unable to discharge his functions owing to absence, illness or any other cause, the vice president shall discharge his functions until the date on which the president resumes his duties. അതായത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും അതുപോലെ മറ്റു മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിലാണ്. രാഷ്ട്രപതിക്ക് തൻ്റേതായ ആ ചുമതലകൾ നിർവഹിക്കാൻ കഴിയാതാവുക, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് അങ്ങനെ ഒരാൾ വ്യക്തി ഇല്ലാതാവുക. അപ്പോൾ സ്വാഭാവികമായി ഉപരാഷ്ട്രപതി സ്റ്റെപ്സ് ഇൻ ടു എന്നതാണ്. എന്ന് വെച്ചാൽ ഭരണഘടനാ സ്ഥാപനമാണ്. ഒരു ഭരണഘടനാ സ്ഥാപനം മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തെ ഇകഴ്ത്തി, അത്തരത്തിൽ പരിഹസിച്ച്, അല്ലെങ്കിൽ അങ്ങനെ വാക്കുകൾ കൊണ്ട് ആക്രമിച്ച്, അങ്ങനെ വിമർശിച്ച്, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല. പാർലമെൻറ്റിനകത്ത് പല ചർച്ചകളും ഉണ്ടാവും. പ്രത്യേകിച്ചും ഹൗസ് ഓഫ് ദ പീപ്പിൾ, ലോക്സഭയിൽ പല ചർച്ചകളും ഉണ്ടാവും. ആ ചർച്ചകളിൽ തന്നെ ജുഡീഷ്യറിയെ സംബന്ധിച്ച് വഴിവിട്ടു പോകുന്ന പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്ന് സഭ അധ്യക്ഷന്, ചെയറിന് സംശയം വന്നാൽ അപ്പോൾ ഇടപെടുകയും നിയന്ത്രിക്കുകയും, അങ്ങനെ ഏതെങ്കിലും ജുഡീഷ്യൽ ഓഫീസർമാരെക്കുറിച്ച് വ്യക്തിപരമായ പരാമർശങ്ങൾ അങ്ങനെ സുപ്രീം കോടതി, ഹൈക്കോടതി, അങ്ങനെ ജുഡീഷ്യൽ ഓഫീസർമാരെക്കുറിച്ച് വന്നാൽ ചിലപ്പോൾ അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യും. എന്നുകൂടി ഞാൻ പറയാം സ്മൃതിയോട്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ പരസ്പരം പല കാര്യങ്ങളും അത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളായി ഉന്നയിക്കും, വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ മറുപടി പറയാനുള്ളൊരവസരമുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളിൽ പോലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ വന്നാൽ പൊതുപ്രവർത്തകർക്ക് മറുപടി പറയാനായി അത്തരം കാര്യങ്ങൾ കഴിയും. അവരുടെ കുടുംബാംഗങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും. എന്നാൽ ജുഡീഷ്യറിയിൽ അത്തരത്തിൽ ആ ചുമതലകൾ നിർവഹിക്കുന്നവരെ സംബന്ധിച്ച് വ്യക്തിപരമായ ആക്ഷേപശരങ്ങൾ അത്തരത്തിൽ ഉന്നയിക്കപ്പെട്ടാൽ, അതും പ്രത്യേകിച്ചും ഭരണഘടനാ പദവികൾ വഹിക്കുന്നവരും ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നവരിൽ നിന്നാണെങ്കിൽ അവർക്കങ്ങനെ മറുപടി പറയാനായി കഴിയില്ല. ഇവിടെ ശ്രീ നിഷികാന്ത് ദുബെയിൽ നിന്ന് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായത് എന്നുള്ളതുപോലെ തന്നെ ശ്രീ ദീപക് ധൻകറിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും ആദ്യമല്ല. തൻ്റെ സഭയിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള ജയദീപ് ധൻകറിന് അതെ, എനിക്ക് പേര് തെറ്റി, ക്ഷമിക്കണം ദയവായി. ശ്രീ ധൻകർ അദ്ദേഹം വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ അദ്ദേഹം അവിടെ പറയേണ്ട കാര്യങ്ങൾ, അതിലുള്ള അംഗങ്ങളെ സംബന്ധിച്ച് പൊതുവേദിയിൽ വന്നതെന്ന് പൊതുയോഗത്തിൽ പറയുന്നതായിട്ടുള്ള നില, അങ്ങനെ ഒന്നും ഉപരാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല, തീരുന്നില്ല. പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ അതിൻ്റെ സെക്രട്ടേറിയൽ ജോലി ചെയ്യുന്നത് പാർലമെൻറ്റിലെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ നടാടെ 18ാം ലോക്സഭ നിലവിൽ വന്നതിന് ശേഷം പല സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റുള്ള ഉപരാഷ്ട്രപതി പാർലമെൻറ്റിൽ ഇത്തരത്തിലൊരു അംഗമല്ല, പാർലമെൻറ്റിൽ അംഗമേ അല്ല, അത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഭരണഘടനാ ചുമതല വഹിക്കുന്ന ആളിൻ്റെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർ പാർലമെൻറ്റിൻ്റെ സെക്രട്ടേറിയൽ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരു നിലയിലേക്ക് വന്നു. തീരുന്നില്ല. പാർലമെൻറ്റിൻ്റേതായ അകത്ത് അതിൻ്റെ ആ സുരക്ഷാ ചുമതലയും കാര്യങ്ങൾ സ്മൃതി പോയിട്ടുണ്ടെങ്കിൽ താങ്കളുടെ കൂട്ടുകാർ സഹപ്രവർത്തകരോട് ചോദിക്കുക. പഴയ രീതിയിലുള്ള ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ പാർലമെൻറ്റിൽ കാണുന്നത് പോലെയുള്ള അത്തരത്തിലുള്ള തൊപ്പിക്കാരും ആ സിവിലിയൻ വേഷക്കാരുമൊന്നുമല്ല, പകരം BSFകാരാണ് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ള നിലയിലേക്ക് ഒരു അർദ്ധ സൈനികമായ ഭീഷണി ഇങ്ങനെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് പോലെ പാർലമെൻറ്റ് അംഗങ്ങൾ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് വന്ന് പ്രസംഗിച്ചിട്ട് പൊയ്ക്കൊള്ളുക എന്നുള്ളത് മാത്രമേ അവിടെയുള്ളൂ. ഇവിടെ ജുഡീഷ്യറിക്കെതിരായിട്ടുള്ള കടന്നാക്രമണം എന്നുള്ളത് ഇത് വളരെ ബോധപൂർവമാണ്, ഇത് നിന്ദ്യമാണ്. ഇത് നമ്മളെല്ലാവരും കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി ഇക്കാര്യത്തെ കാണേണ്ടതായിട്ടുണ്ട്. പ്രതികരിച്ചാൽ മാത്രം മതിയോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണല്ലോ. ഞാനൊന്ന് സുപ്രീം കോടതി അഭിഭാഷകനിലേക്ക് പോകുന്നു. ശ്രീ MR അഭിലാഷ്, ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് മതയുദ്ധങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു എന്നാണ് നിഷികാന്ത് ദുബെയുടെ പരാമർശം. നിഷികാന്ത് ദുബെ വിദ്വേഷ പ്രസംഗങ്ങൾ കൊണ്ട് കുപ്രസിദ്ധനാണ്. നേരത്തെയും പല പ്രതികരണങ്ങളും ഈ രൂപത്തിൽ നടത്തുമ്പോൾ പാർട്ടി അത് തള്ളിക്കളയുന്നു. പക്ഷേ വീണ്ടും പറയാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മതയുദ്ധങ്ങൾ നടത്തുന്നു എന്ന പരാമർശം നടത്തുന്ന സാഹചര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണല്ലോ. ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമത്തിന്മേൽ ഒരു സ്റ്റേ ഉണ്ടാകുമോ? അത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് മെയ് 5-ാം തീയതി പരിഗണിക്കുമ്പോൾ അതിന്മേൽ എന്താകും തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക BJPയെ സംബന്ധിച്ചുണ്ട്, ഭരണപക്ഷത്തെ സംബന്ധിച്ചുണ്ട്. ഈ പ്രതികരണത്തെ
ഒരു രാഷ്ട്രീയ നേതാവ് എന്തെങ്കിലും പറഞ്ഞു പോകുന്നു എന്ന രൂപത്തിലാണോ കോടതി കാണേണ്ടത്, അതോ ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് പോലെ സ്വമേധയാ കേസ് എടുക്കേണ്ടതാണോ? ഇത് ക്രിമിനൽ കണ്ടംപ്റ്റ് ആണ് സ്മൃതി. കാരണം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, അതായത് ഇപ്പോൾ ഈ വഖഫ് കേസ് കേട്ടുകൊണ്ടിരിക്കുന്ന ബെഞ്ചിന്റെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് രാജ്യത്ത് മതയുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഒരു രാഷ്ട്രീയക്കാരൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടംപ്റ്റ് ആണ്, ക്രിമിനൽ കണ്ടംപ്റ്റ് ആണ്, ഒരു സംശയവുമില്ല. കോടതി അലക്ഷ്യ നിയമം 1971 സെക്ഷൻ 2 വിവരിച്ചിരിക്കുന്ന രീതിയിൽ സ്കാൻഡലൈസിങ് ദ ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയെ സ്കാൻഡലൈസ് ചെയ്യുകയാണ്. ഒരു തരത്തിലും ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്നോ ഒരു സാമാജികനിൽ നിന്നോ വന്നുകൂടാത്ത തരത്തിലുള്ള പൂർണ്ണമായിട്ടും നിഷിദ്ധമായിട്ടുള്ള ന്യായാധിപന്മാരെ പേരെടുത്ത് പറഞ്ഞ് വ്യക്തിപരമായിട്ട് ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തുകയാണ്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. കോടതിയിൽ വിധി പറഞ്ഞ അല്ലെങ്കിൽ കേസ് കേട്ട് ഉത്തരവിടാൻ തയ്യാറായിരിക്കുന്ന ജഡ്ജിമാരെ വ്യക്തിപരമായി ആക്രമിക്കുകയാണെങ്കിൽ അവരെങ്ങനെയാ അതിന് മറുപടി കൊടുക്കുന്നത്? നേരത്തെ ഡോക്ടർ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ അവർക്ക് മറുപടി കൊടുക്കുവാൻ ഒരു അവസരം ഇവിടെ ഇല്ല. അങ്ങനെ ഒരു രൂക്ഷമായിട്ട് ജഡ്ജിമാരെ പേരെടുത്ത് പറഞ്ഞ് ഇങ്ങനെ അധിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ അതൊരു തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് പോലും നമുക്ക് തോന്നുന്ന തരത്തിലാണ് ഈ അക്രമത്തിന്റെ പോർമുന ചീഫ് ജസ്റ്റിസിന്റെ നേരെ തന്നെ ചെല്ലുന്നത്. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നടത്തി. ഞങ്ങൾ ജഡ്ജിമാരായി കേസ് കേൾക്കുവാനിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മതം നഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഐഡന്റിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നു, ഞങ്ങൾ ന്യായാധിപർ മാത്രമാകുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പുറത്ത് ഒരു രീതിയിലും ആട്രിബ്യൂട്ട് ചെയ്തുകൂടാ എന്നുള്ളത് പൗരബോധമുള്ള ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് എന്നിരിക്കെ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യവും ബോധ്യവും ഉള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ കോടതികൾ കൈയും കെട്ടി ഇങ്ങനെ ഇരിക്കരുത്, നടപടി എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നടപടി എടുത്തുകൊണ്ടും അവരുടെ പ്രകോപനത്തിനെ ശമിപ്പിക്കുവാൻ സാധ്യതയില്ല. കാരണം ഇത്തരത്തിൽ ന്യായാധിപരെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് എങ്കിൽ അതിന്റെ പേരിൽ ജയിലിൽ പോകുമ്പോൾ അവർ കൂടുതൽ സ്വീകരിക്കപ്പെടുകയും അവർ മാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. അപ്പം കോടതി അലക്ഷ്യ നിയമപ്രകാരം സ്വമേധയാ സുപ്രീം കോടതിക്ക് നടപടിയെടുക്കാൻ കഴിയും. അല്ല എന്നുണ്ടെങ്കിൽ വ്യക്തികൾക്ക് വേണമെങ്കിലും ഇതിനെതിരെ കോടതി അലക്ഷ്യ നടപടിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒന്നാണ്. അറ്റോർണി ജനറലിന് പരാതി കൊടുക്കാൻ കഴിയുന്നതാണ്. അറ്റോർണി ജനറലിന്റെ അനുമതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കോടതിയിലേക്ക് തന്നെ ഈ വിഷയം കൊണ്ടുവരാൻ കഴിയുന്നതാണ്. വളരെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത തീർത്തും അപലപനീയമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എത്ര വലിയ വ്യക്തിയാണെന്നുണ്ടെങ്കിലും കോടതി അലക്ഷ്യ നിയമപ്രകാരം നടപടിയെടുക്കുവാൻ കോടതിക്ക് പ്രാപ്തിയും അധികാരവും ഉണ്ട്. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം 129 വകുപ്പ് അനുസരിച്ച് സുപ്രീം കോടതിയിൽ അന്തർലീനമായിട്ടുള്ള അധികാരമാണ് കോടതി അലക്ഷ്യ അധികാരം എന്നുള്ളത്. അത് പാർലമെന്റിന്റെ 71 നിയമം ഒന്നും തന്നെ കോടതിയുടെ കരങ്ങൾ ബന്ധിക്കുന്നില്ല. അതൊരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്നതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും പാർലമെന്റ് നിയമത്തിന് അതീതമായിട്ട് വരെ വേണമെങ്കിലും കോടതി അലക്ഷ്യ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ കൊടുക്കാൻ കഴിയുന്നതാണ്. നമുക്കറിയാം സുബ്രത റോയ് കോടതി അലക്ഷ്യ നിയമപ്രകാരം പരമാവധി ശിക്ഷ 6 മാസമാണെങ്കിലും സുബ്രത റോയ് 1.5 വർഷത്തോളം ജയിലിൽ കിടക്കുകയാണ് ഉണ്ടായത്. മലയാളി ന്യായാധിപൻ കൂടിയായിരുന്ന ജസ്റ്റിസ് രാധാകൃഷ്ണനും ജസ്റ്റിസ് കെ ഹാറും അടങ്ങിയ ഒരു 2-അംഗ ബെഞ്ചാണ് അദ്ദേഹത്തെ 1.5 വർഷത്തോളം എപ്പോഴാണോ സെബിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പണം കൊടുക്കുന്നത് അന്ന് മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്ന് സുപ്രീം കോടതിയിലെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവും പ്രാഗൽഭ്യവും ഉള്ള രാം ജത്മലാനി ഉൾപ്പെടെയുള്ള അഭിഭാഷകർ വന്ന് ഡിഫെൻഡ് ചെയ്തിട്ട് കൂടിയും അതിനൊന്നും തന്നെ മുഖം കൊടുക്കാതെ 129 വകുപ്പ് പ്രകാരം ഉത്തരവ് പാസാക്കിയ കോടതിയുള്ള നാടാണ്. അപ്പൊ ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസ് വളരെ മാന്യമായിട്ടാണ് ഹിയറിംഗ് നടത്തിയത് എന്ന് മാത്രമല്ല കോടതിയെ ആർക്കും തന്നെ മിസ്ലീഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കോടതിയുടെ ദിഷണ മുഴച്ചു നിൽക്കുന്ന ഒരു ഹിയറിംഗ് ആയിരുന്നു. കോടതിയുടെ ഗരിമ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കപ്പെട്ട ഒരു ഹിയറിംഗ് ആയിരുന്നു. കോടതി ചോദിച്ച ചോദ്യങ്ങളോട് വ്യക്തമായിട്ട് മറുപടി കൊടുക്കാൻ കക്ഷികൾക്ക് കഴിയാതെ വരിക, റെസ്പോണ്ടന്റിന് കഴിയാതെ വരിക എന്ന് പറയുന്ന സാഹചര്യം കോടതി എത്രത്തോളം ഇത് പഠിച്ചിരുന്നു എന്നുള്ളത് തങ്ങളുടെ ഭാഗത്തു നിന്ന് എഫർട്ട് എടുത്തിട്ട് പഠിക്കുന്നു. ഞങ്ങൾ ന്യായാധിപരാകുമ്പോൾ ജാതിയും മതവും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു ഈ ബെഞ്ചിലിരുന്ന് കേസ് കേൾക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കിന്റെ അന്തസ്സത്തെയെങ്കിലും മാനിക്കുവാനുള്ള ഒരു മര്യാദ രാഷ്ട്രീയ പ്രവർത്തകർ കാട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു. തികച്ചും സങ്കടകരമാണ്. തീർച്ചയായും ആ ഒരു വിധി മാത്രമല്ലല്ലോ ഇപ്പോൾ താങ്കൾ പറയുന്നത് നിഷികാന്ത് ദുബെയുടെ കാര്യത്തിലാണ്. അത് മാത്രമല്ലല്ലോ ഇപ്പോൾ ഉപരാഷ്ട്രപതി നടത്തിയിരിക്കുന്ന പ്രതികരണം പ്രധാനമാണല്ലോ. ന്യൂക്ലിയർ ആക്രമണമാണ്, ജനാധിപത്യത്തിനെതിരെ ന്യൂക്ലിയർ ആക്രമണമാണ് സുപ്രീം കോടതി നടത്തുന്നത് എന്നാണ് ഗവർണർമാരുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപിച്ചുകൊണ്ട്. അതിൽ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടും രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് എത്തുന്ന ബില്ലുകൾ അങ്ങനെ കാലാകാലം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നൊരു കാര്യത്തിൽ കൂടി ഒരു തീരുമാനമെടുക്കുകയാണല്ലോ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രതികരണം അതാണ്, ജനാധിപത്യത്തിനെതിരെ ന്യൂക്ലിയർ ആക്രമണമെന്ന്. അപ്പോൾ ഒരു കാര്യത്തിലല്ല,
വിവിധ വിഷയങ്ങളിൽ വിവിധ നേതാക്കൾ പല രൂപത്തിൽ പ്രതികരിക്കുകയാണ്. അതായത് കോടതി വിധികൾക്കെതിരെ, സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ നേരിട്ട് പ്രതികരിക്കാവുന്ന ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്നതല്ലേ അഡ്വക്കേറ്റ് അഭിലാഷ്? സ്മൃതി, ഉപരാഷ്ട്രപതിയുടെ ആണവമുന എന്നുള്ള പ്രയോഗം തീർത്തും അനഭിലഷണീയമാണ്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഉപരാഷ്ട്രപതി ജഡ്ജിമാരെ പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല. നിഷികാന്ത് ദുബെയെ കുറിച്ച് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച അർഹിക്കുന്ന വിഷയം തന്നെയാണ്. ഇപ്പോ അനന്തമായിട്ട് ബില്ലുകളിൽ ഒപ്പിടാതെ അത് നീട്ടിക്കൊണ്ടു പോകുന്ന കാര്യമൊക്കെ എന്ന് പറയുന്നത് അതൊരു തരത്തിലും നമുക്ക് കൈയടിച്ച് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മെല്ലപ്പോക്ക് നയമാണ്. എന്നാകിലും ഉപരാഷ്ട്രപതി ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് തീർച്ചയായിട്ടും വിധേയമാക്കേണ്ടതാണ്. നമ്മുടെ ഈ ഭരണഘടനാ ജനാധിപത്യം എക്കാലവും അത്തരത്തിലുള്ള ചർച്ചകളെ, മാന്യമായിട്ടുള്ള ചർച്ചകളെ പരിപോഷിച്ചിരുന്നു. ഇന്ത്യൻ പാർലമെന്റും സുപ്രീം കോടതിയുമായിട്ടുള്ള സർഗാത്മക സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേശവാനന്ദ ഭാരതി കേസ് വരെയും അതിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ വരെയും ഉയർന്നു വന്നത്. 1951 മൂലം നിരന്തരമായിട്ടുള്ള അത്തരത്തിൽ മഹനീയമായ ഒരു രാഷ്ട്രീയ നിയമ സംഘർഷത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഭരണഘടനാ ഭൂമിക തന്നെ സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പോ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതി ഞങ്ങളോട് ഉപദേശം ചോദിക്കണമെന്നാണ്. അങ്ങനെയുള്ള വിഷയം അത് ഓവർ റീച്ച് തന്നെയാണ് സ്മൃതി. എല്ലാ ബഹുമാനവും പുലർത്തിക്കൊണ്ട് അവരുടെ ആത്യന്തികമായിട്ടുള്ള തീരുമാനം എടുത്തതിനെ മാനിച്ചുകൊണ്ട് തന്നെ അതൊരു ഓവർ റീച്ച് ആണെന്നുള്ളത് എന്റെ ഭരണഘടനാ ബോധ്യത്തിൽ പറയാൻ കഴിയും. അങ്ങനെ അവർക്ക് പറയാൻ കഴിയില്ല. കാരണം 143 ക്ലോസ് 1 പ്രകാരം പ്രസിഡന്റ് സുപ്രീം കോടതിയുടെ ഉപദേശം ആരായുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിശിഷ്ടമായിട്ടുള്ള അധികാരമാണ്. എന്നിരിക്കെ അങ്ങനെ ആരാഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് അതിന് മറുപടി കൊടുക്കാൻ ഒരു തരത്തിലുള്ള ബാധ്യതയും ഇല്ല. സുപ്രീം കോടതി അത് കേൾക്കണം. കേട്ടതിന് ശേഷം സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കണം. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ രജിസ്ട്രാർ രാഷ്ട്രപതിക്ക് ഒരു കത്ത് അയക്കണം. ഇതിനകത്ത് സുപ്രീം കോടതി കേട്ടതിന് ശേഷം സുപ്രീം കോടതിക്ക് വിധി പ്രഖ്യാപിക്കാതെ ഉത്തരവ് ഞങ്ങൾക്ക് അഭിപ്രായം ഒന്നും ഇല്ല എന്നും കൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് പറയുവാൻ കഴിയും. 93 രാമജന്മഭൂമി ബാബറി മസ്ജിദ് റഫറൻസിലും 2004 സത്ലജ് യമുന ലിങ്ക് കനാൽ റദ്ദാക്കിയ പഞ്ചാബിന്റെ ടെർമിനേഷൻ ഓഫ് റിവർ അഗ്രിമെന്റ് ആക്ട് സംബന്ധിച്ചിട്ടുള്ള റഫറൻസിൽ ഒന്നും തന്നെ സുപ്രീം കോടതി മറുപടി കൊടുത്തിരുന്നില്ല. അപ്പൊ കോടതിയോട് ആവശ്യപ്പെടുവാനുള്ള അധികാരം പ്രസിഡന്റിന്റെ വിശിഷ്ടാധികാരമാണ്. കോടതി മറുപടി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് കോടതിക്ക് മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. കോടതി മറുപടി കൊടുത്താലും അത് കേൾക്കണോ വേണ്ടയോ എന്നുള്ളത് അത് പ്രസിഡന്റിന് മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നിരിക്കെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പ്രസിഡന്റിന് കൊടുക്കുന്നത് തീരുമാനിക്കേണ്ടത് ഒരു 2 അംഗ ബെഞ്ച് ആയിരുന്നില്ല. അതിന്റെ നിയമപരത തീരുമാനിക്കേണ്ടത് 5 അംഗ ബെഞ്ചായിരുന്നു. അത് ഭരണഘടനയുടെ 145(3) പ്രകാരമുള്ള മാൻഡേറ്റ് ആണ്. പറയുമ്പോൾ തന്നെയും ഈ ആണവമുന പോലെയുള്ള പ്രയോഗങ്ങൾ ഒരു തരത്തിലും അഭിലഷണീയമല്ല സ്മൃതി. നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. ശരി, ശ്രീ മോഹൻ വർഗീസ്, തങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റാത്തത് ചില നേതാക്കളെ കൊണ്ട് അങ്ങ് പറയിക്കുക. അവരങ്ങനെ നിരന്തരം ഈ തരത്തിൽ എന്തും പറയുന്ന നേതാക്കൾ അവരങ്ങ് പറഞ്ഞു പോയിക്കോളും. ഇപ്പോൾ അയോധ്യയ്ക്ക് അനുകൂലമായി വിധി വന്നപ്പോൾ സുപ്രീം കോടതി നല്ല സുപ്രീം കോടതിയായിരുന്നു. പിന്നീട് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയപ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ട് അത്ര നല്ല അഭിപ്രായമല്ല. ഇപ്പോൾ ഗവർണർമാരെ വരച്ച വരയിൽ നിർത്തുന്ന ഒരു വിധി വരുന്നു. അത് വന്നപ്പോൾ ഉപരാഷ്ട്രപതിക്കും പ്രശ്നമാണ്, മറ്റ് BJP നേതാക്കൾക്കും പ്രശ്നമാണ്. ഇനിയിപ്പോൾ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി വരാൻ പോകുന്നു. അതിനു മുമ്പ് നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ അത് ഹർജികൾ നൽകിയവർക്ക് അനുകൂലമായിട്ടുള്ള പരാമർശങ്ങളായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇതുവരെയുള്ള സാഹചര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ശുഭോദാർഹമായ കാര്യങ്ങളല്ല കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അങ്ങ് വിമർശിച്ച് നിർവീര്യമാക്കുക അതെത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട്? സ്മൃതി, ഇവിടെ ഈ വിഷയത്തിൽ ദർ ഇസ് എ സ്മോളർ പിക്ചർ ആൻഡ് എ ലാർജർ പിക്ചർ. ചെറിയ പിക്ചർ എന്ന് പറയുന്നത് കേവലം ഒരു ലോക്സഭാ അംഗം മാത്രമായ നിഷികാന്ത് ദുബെ, അദ്ദേഹം സുപ്രീം കോടതിയെക്കുറിച്ചും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെക്കുറിച്ചും ഒക്കെ അപകീർത്തികരവും അപക്വവുമായ പരാമർശങ്ങൾ നടത്തി. അത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ്, ഒരു MP കൂടിയാണ് അദ്ദേഹം നടത്തി എന്ന ഒരു തുച്ഛീകരിച്ച് വേണമെങ്കിൽ കാണാം ഒരു ഭാഗത്ത്. അതാണ് സ്മോളർ പിക്ചർ. കുറച്ചുകൂടി ലാർജർ പിക്ചർ വരുമ്പോൾ അത് രാജ്യസഭയുടെ അധ്യക്ഷനാണ്, എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഉപരാഷ്ട്രപതി.
അപ്പോൾ ജഗദീപ് ധൻഖർ എന്ന ഉപരാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് ഈ ആണവ പോർമുന എന്നൊക്കെയുള്ളൊരു പരാമർശം വന്നപ്പോൾ അത് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ പൊസിഷനാണ്. ഒരു ഭരണഘടനാ സ്ഥാപനം മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തെക്കുറിച്ച് ഒരു അൺസേവറി റിമാർക്സ് നടത്തുകയാണ്. അതായത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു പുനർവിചിന്തനത്തിന് സമയമായി, ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനായി കോടതി സംവിധാനം ഉപയോഗിക്കുന്നു. ഇതാണ് കുറച്ചുകൂടെ ലാർജർ പിക്ചർ. ഇനി എക്സ്ട്രീംലി ഒരു വൈറ്റൽ ഒരു എലമെൻറ്റ് കൂടി ഇതിനകത്തുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാർലമെൻ്ററി ജനാധിപത്യ ക്രമം ആണെങ്കിൽ പോലും ഇവിടെ ഒരു ഭരണഘടനാപരമായ ഒരു മേധാവിത്വമുണ്ട്. ജുഡീഷ്യൽ സുപ്രമസിയും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസിയും ഉണ്ട്. അപ്പോൾ ഭരണഘടനയാണ് ആത്യന്തികമായ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റ് അനുവാദമുണ്ടെങ്കിലും അത് പരിധികളില്ലാത്ത അനുവാദമല്ല. പക്ഷേ ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോൾ ബേസിക് സ്ട്രക്ചർ, നേരത്തെ ശ്രീ എം ആർ അഭിലാഷ് പറഞ്ഞതുപോലെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ ഭേദഗതിക്ക് വിധേയമല്ല. അങ്ങനെയാണ് ജുഡീഷ്യൽ റിവ്യൂ നിലവിൽ വരുന്നത്. അതായത് അത് ഭരണഘടനാ പ്രിൻസിപ്പിൾസിന് അനുകൂലമല്ല ഒരു നിയമനിർമ്മാണം എന്ന് തോന്നിയാൽ അതിനെ അൾട്രാ വൈറസായി പ്രഖ്യാപിക്കാനുള്ള കോടതിയുടെ അവകാശം സുപ്രീമാണ്, പരമമാണ്. അങ്ങനെയാണ് ആ അവകാശം കോടതിക്കുള്ളത് കൊണ്ടാണ് സ്മൃതി ഇവിടെ ഭരണഘടന സുപ്രീമാണെന്ന് പറയുന്നത്. ഇവിടെ ഭരണഘടനയെ കടന്നാക്രമിക്കുന്ന വ്യക്തികൾ, അതുപോലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ, ഇതെല്ലാം തന്നെ ഒരു ഒറ്റപ്പെട്ട ആക്രമണം. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഡിഫൻസ് ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഇതൊരു ഒറ്റപ്പെട്ട നിഷികാന്ത് ദുബെ എന്ന ഒരു ഒറ്റപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ദിനേശ് ശർമ്മ എന്ന ഒറ്റപ്പെട്ട ഒരാളിൻ്റെ ഒരു രാജ്യസഭ അംഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ചില അൺസേവറി റിമാർക്സ്, ഇതൊക്കെ ഞങ്ങൾ പാർട്ടി എന്ന നിലയിൽ അത് എൻഡോഴ്സ് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒറ്റപ്പെട്ട ഭാഗത്തു നിന്ന് വരുന്ന റിമാർക്സിന് ഒരു ശ്രേണി സ്വഭാവമുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ ഗൗരവമായി കണക്കാക്കേണ്ടത്. അത് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തങ്ങൾക്ക് സ്വീകാര്യമാകുന്ന അയോധ്യ കേസിലെ വിധിയാകട്ടെ, അതുപോലെ മറ്റു ചില സ്വീകാര്യമായ വിധികൾ വരുമ്പോൾ അത് സർവാത്മന സ്വീകരിക്കുകയും തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധിന്യായങ്ങൾ, യഥാർത്ഥത്തിൽ ഈ രണ്ട് വിധിന്യായങ്ങളാണ് യഥാർത്ഥത്തിൽ നിഷികാന്ത് ദുബെയും അതുപോലെ ഉപരാഷ്ട്രപതിയെയും പ്രകോപിപ്പിച്ചിരിക്കുന്നത്. വഖഫ് നിയമം ഈ പൂർണ്ണമായി തൃപ്തികരമല്ല എന്ന കോടതിയുടെ നിരീക്ഷണവും അതനുസരിച്ച് 5-ാം തീയതി വാദം പുനരാരംഭിക്കുകയും ഒരു വിധി വരികയും ചെയ്യും എന്നത് സർക്കാരിനെതിരാകും എന്ന ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഭയപ്പെടുത്തി സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ വ്യക്തിപരമായി ഭയപ്പെടുത്തി, അത് കേസ് പരിശോധിക്കാൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയാണെന്ന് ഓർക്കണം, ഭയപ്പെടുത്തി ഒരുപക്ഷെ ഒരു ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷം അത് ആ മനസ്സിനെ ഒരു ഇളക്കാം എന്നതാണ് ചിന്ത എങ്കിൽ അതിനെ ഒരു സ്ട്രക്ചർ വയലൻസ് എന്നാണ്. അപ്പൊ ഇത് മെയ് 5-നാണ് ഒരു കാര്യം പരിശോധിക്കേണ്ടത്. ശ്രീ മോഹൻ വർഗീസ്, മെയ് 5-നാണ് കേസ് കോടതിയിലേക്ക് വരുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ നീണ്ടുപോയാൽ മെയ് 15-ന് ചീഫ് ജസ്റ്റിസ് വിരമിക്കുകയാണ്, സഞ്ജീവ് ഖന്ന വിരമിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അതിലൊരു തീരുമാനം വരട്ടെ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് മാറ്റിവെക്കാവുന്ന രൂപത്തിലേക്ക് ഒരു ഭീഷണിയായി വരാമല്ലോ. ആ രൂപത്തിലൊക്കെയാണ് ഈ പ്രതികരണങ്ങൾ വരുന്നത്. അങ്ങനെയൊക്കെ ഒരു ആലോചനയിൽ നിന്നാണോ BJP നേതാക്കൾ ഈ പ്രതികരണങ്ങൾ വരുന്നതെന്ന് സംശയിച്ചാൽ തെറ്റാകുമോ? ഇപ്പോൾ മുൻകാലത്ത് സ്മൃതി, വളരെ രസകരമായൊരു വസ്തുത, മുൻകാലത്ത് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിനെതിരെ ഉണ്ടായ സമ്മർദ്ദം അദൃശ്യമായ ചില സമ്മർദ്ദമാണ്. അയോധ്യ കേസിലെ വിധി വരുന്നതിന് മുൻപ് ഏറ്റവും അവസാന ദിവസമാണ് ഈ ജസ്റ്റിസ് ഗോഗോയ് റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപത്തെ നിമിഷങ്ങളിലാണ് ആ വിധി ആത്യന്തികമായി വരുന്നത്. അപ്പോൾ അത് ആ വിധി വരാനായി യഥാർത്ഥത്തിൽ ആ ദൗത്യത്തിനായി ചുമതലപ്പെടുത്തിയ ആളെന്നുള്ള നിലയിൽ തന്നെയാണ് അത് മുൻകൂട്ടി തന്നെ ഒരു പ്രവാചക ശബ്ദത്തോടു കൂടി തന്നെ ജസ്റ്റിസ് ചെലമേശ്വർ ഇത് മുന്നിൽ പറഞ്ഞു. 4 ജഡ്ജിമാർ, ജസ്റ്റിസ് ചെലമേശ്വറും രതൻ ഗൊഗോയും അതുപോലെ മറ്റ് 2 ജഡ്ജിമാരും മഥൻ ലോക്കൂറും ജസ്റ്റിസ് കുര്യൻ ജോസഫും ഈ റിട്ടയർ ചെയ്യുന്ന ജഡ്ജിയുടെ, അതായത് ജസ്റ്റിസ് ചെലമേശ്വറുടെ വസതിയുടെ പുൽത്തകടിയിൽ ഇരുന്നു കൊണ്ട് നടത്തിയ ലൈവ് പത്രസമ്മേളനം ഇന്നലെ നടന്നതുപോലെ ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ജുഡീഷ്യറി ഈസ് സംടൈംസ് കോംപ്രമൈസ്ഡ്, അത് ജുഡീഷ്യറിയുടെ മേൽ സമ്മർദ്ദങ്ങളുണ്ട്. അതൊരു ലാർജർ പിക്ചർ തന്നെയാണ്. തീർച്ചയായും ജുഡീഷ്യറിയുടെ ബെഞ്ച് ഫിക്സിംഗ് അല്ലെങ്കിൽ ഏത് കേസ് എവിടെ വരണമെന്ന് തീരുമാനിക്കുന്നത് അദൃശ്യമായ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ചില ആളുകൾ, ഞങ്ങളിൽ ഒരാൾ തന്നെ നാളെ ഉയർത്തപ്പെട്ടേക്കാം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി വന്നേക്കാം.
അദ്ദേഹത്തിൽ നിന്നും ചില കാര്യങ്ങളെ പ്രതീക്ഷിക്കാൻ ഒക്കൂ എന്നൊക്കെ പറയുമ്പോൾ അതിനെ പ്രവാചക ശബ്ദമെന്നല്ലാതെ എന്താണ് പറയുക? അതുകൊണ്ടാണ് ഈ 15-ാം തീയതി എന്ന 4-ാം തീയതി സ്മൃതി സൂചിപ്പിച്ച 5-ാം തീയതി എന്ന ഡേറ്റും 15-ാം തീയതി മെയ് 15-ാം തീയതി എന്ന ഡേറ്റും വളരെ നിർണായകമാണ്. അതിനു മുൻപ് തന്നെ അദ്ദേഹം വിരമിക്കുന്നതിന് മുൻപ് തന്നെ അനുകൂലമായ ഒരു വിധി ലഭിക്കത്തക്ക രീതിയിൽ മനസ്സുകളെ ഒരുക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ, അങ്ങനെയാണെന്ന് ആരോപിക്കാൻ നമുക്കാവില്ല, അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ അത് തീർച്ചയായും വളരെ വളരെ ഡേഞ്ചറസ് ഒരു ഫിനോമിനാണ്. അതുകൊണ്ടാണ് പറയുന്നത് there should be a balance. ഇവിടെ ജഡ്ജിമാർ പാർലമെന്റിന്റെ അധികാരം ഒരു പരിധിയിൽ കൂടുതൽ നീങ്ങുകയാണ്, അത് എക്സിക്യൂട്ടീവിലേക്കും ആ അധികാര ഘടനകൾ വ്യാപിക്കുകയാണ് എങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് ജനാധിപത്യം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഭരണഘടനയുടെ പ്രവർത്തനം സുഗമമായി നടക്കുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള സംവിധാനം ഇന്നത്തെ നിലയിൽ കോടതിയാണ്. കോടതിയിൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം മാത്രമേ രാജ്യത്തെ സമാധാനവും ശാന്തതയും സ്റ്റെബിലിറ്റിയും ഉണ്ടാകൂ. സുപ്രധാനമായ ചില വിധികൾ തുടർച്ചയായി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരവും പ്രതീക്ഷ നൽകുന്നതുമാണ്. അതാണോ ഇപ്പോൾ BJP ആശങ്കപ്പെടുന്നത്? അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഈ ഭരണഘടനാ മൂല്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ജഡ്ജിമാരെ തടയുക എന്നൊരു ലക്ഷ്യം ഈ ഭീഷണിപ്പെടുത്തലുകൾക്കുണ്ടോ, അതോ മറിച്ചൊരു അഭിപ്രായമാണോ താങ്കൾക്ക്? സ്മൃതിജി, ഇതിൽ ആദ്യം തന്നെ BJP പാർട്ടി പ്രസിഡന്റ് ശ്രീ JP നദ്ദ അതിശക്തമായി തന്നെ ഈ പറയുന്ന കാര്യങ്ങളോട് യോജിപ്പില്ലെന്നും പൂർണ്ണമായിട്ടും ഇതിനോട് വിയോജിക്കുന്നു എന്നും ദിനേശ് ശർമ്മയോടും നിഷികാന്ത് ദുബെയോടും ഇത്തരം നടപടികൾ, ഇത്തരം നിലപാടുകളോ അല്ലെങ്കിൽ വാദഗതികളോ സ്റ്റേറ്റ്മെന്റ്സോ പ്രസ്താവനകളോ ഇറക്കരുതെന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം രാത്രി ട്വീറ്റ് ചെയ്യുകയുണ്ടായി. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ആ ട്വീറ്റ് വന്നത്, ഹിന്ദിയിലാണ് വന്നത്, സംശയമില്ല. എന്നിരുന്നാൽ പോലും അത് ആശ്വാസകരമാണ്. ഇനി അങ്ങനെ പറയരുത് ട്ടോ എന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെയല്ല, ഇനി ഒരു നടപടി സുപ്രീം കോടതി പോലും നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ക്രിമിനൽ കണ്ടംപ്റ്റ് എടുക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ്. കാര്യം മതപരമായ യുദ്ധങ്ങൾക്ക് ചീഫ് ജസ്റ്റിസ് ഉത്തരവാദിയാണെന്നും സുപ്രീം കോടതി ഉത്തരവാദിയാണെന്നും പറഞ്ഞാൽ തീർച്ചയായിട്ടും ക്രിമിനൽ കണ്ടംപ്റ്റ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ എടുക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. ചോദിക്കട്ടെ, നിഷികാന്ത് ദുബെ എന്ന രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം 4 തവണ MP ആണ്, പലതവണ പാർട്ടിക്ക് വേണ്ടി ഈ തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹം മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോക്കി നോക്കൂ. കോൺഗ്രസ് MP ഡാനിഷ് അലിയെ BJP MP രമേശ് ബിഥൂരി അപഹസിച്ചപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനെത്തിയത് ഈ നിഷികാന്ത് ദുബെയാണ്. ഈ ചൈനീസ് കയ്യേറ്റ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ വിദേശ നേതാക്കളുമായി ചർച്ച നടത്തുകയായിരുന്നു എന്ന് ഒരു വിവാദ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ പ്രസ്താവന രേഖയിൽ നിന്ന് ആദ്യം മാറ്റി, പക്ഷെ പിന്നീട് പുനഃസ്ഥാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വിദേശകാര്യമന്ത്രിയെ വിമർശിച്ചതിന് രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘനത്തിന് നടപടിയെടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു ആവശ്യം. ബംഗ്ലാദേശിൽ നിന്നുള്ളവരെ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്ന മാൽഷ, മുർഷിദാബാദ്, ബംഗാളിലെ എന്നീ ജില്ലകൾ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കണമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യം. മുസ്ലിം കുടിയേറ്റക്കാർ ജാർഖണ്ഡിന്റെ ജനസംഖ്യാനുപാതം മാറ്റുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു വിദ്വേഷ പ്രസംഗം. അപ്പോൾ ഇത് ശീലമായി തുടരുന്ന ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശീലത്തിന്റെ തുടർച്ചയിൽ സുപ്രീം കോടതിയിലേക്ക് വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി താങ്കൾ പറഞ്ഞോളൂ. അല്ല സ്മൃതിജി, നമ്മൾ BJP എന്ന പാർട്ടിയെ പഠിക്കുമ്പോൾ അതിൽ തന്നെ ഒരുപക്ഷെ സമ്പത്ത് സാറിനൊക്കെ കുറെ കൂടെ നേരിട്ടറിയായിരിക്കും. ഈ ഒരു തീവ്ര ഹിന്ദുത്വ ലോബിയുണ്ട്. ലോബി എന്ന വാക്ക് ഉപയോഗിക്കാന്നറിയില്ല. പക്ഷെ തീവ്ര ഹിന്ദുത്വത്തിന്റെ പാത കൂടുതൽ പിന്തുടരുന്ന, അത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ പിന്തുടരുന്ന, ഗോലി മാറോ സലോക്കോ എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ പലരുണ്ട്. നമ്മുടെ അനന്ത്കുമാർ ഹെഡ്ഗെ അടക്കമുള്ള ആൾക്കാർ ഗാന്ധിജി കാണിച്ചത് ഡ്രാമയാന്നൊക്കെ പറയുകയുണ്ടായി. മറുവശത്ത് നരേന്ദ്രമോദിജി ഗാന്ധി സങ്കല്പ യാത്രകൾ BJP-ക്കാരെല്ലാം എടുക്കണമെന്നും മഹാത്മാഗാന്ധിയാണ് പാതയെന്ന് നരേന്ദ്രമോദിയും സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജിയും ഒക്കെ പറയുമ്പോൾ തികച്ചും തീവ്രത എടുക്കുന്ന ഒരു വിഭാഗം എംപിമാരുണ്ട്. അവർ തെറ്റാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും കാണില്ല. പക്ഷെ അങ്ങനെ ഒരു വിഭാഗം, ഇപ്പൊ സാധ്വി പ്രഗ്യ അടക്കം, ദിഗ്വിജയ് സിംഗിനെ തോപ്പിച്ച പ്രഗ്യ അടക്കം കൊണ്ടുവരുന്നതിന്റെ റീസൺ ഈ ഒരു എക്സ്ട്രീം റൈറ്റ് എന്നോ ഫാർ റൈറ്റ് എന്നോ ഒക്കെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്ന കാര്യം സത്യമാണ്. ഇപ്പൊ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഈ മൃദു ഹിന്ദുത്വ ലൈനുള്ള ആൾക്കാരുമുണ്ട്, തീവ്ര ഹിന്ദുത്വ ലൈനുള്ള ആൾക്കാരുമുണ്ട്. അപ്പൊ ഈ തീവ്ര ഹിന്ദുത്വ ലൈനുള്ള ആൾക്കാരെ ഡിസ്കറേജ് ചെയ്യണം, നിരുത്സാഹപ്പെടുത്തണം, അവർക്ക് മേൽക്കൈ കെട്ടരുത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. എന്നാൽ അതുപോലെ തന്നെ ഈ ശാക്തിക ഒരു സന്തുലനമാണല്ലോ, ബാലൻസ് ഓഫ് പവർ ആണല്ലോ പലപ്പോഴും നിൽക്കുന്നത്. നമ്മുടെ കോടതികളാണ് ഇന്ത്യയിൽ ഏറ്റവും വിശ്വസ്തതയുള്ള സ്ഥാപനം. ആർക്കും അതിൽ തർക്കം കാണില്ല. രാഷ്ട്രീയത്തെക്കാളും മാധ്യമങ്ങളെക്കാളും ഒക്കെ കോടതികളാണ് ഈ ബാലൻസ് കാത്തു സൂക്ഷിക്കുന്നതും വിശ്വാസവും ഉള്ളത്. അതുകൊണ്ട് പേരെടുത്ത് ചീഫ് ജസ്റ്റിസിനെ എങ്ങനെ ആക്രമിക്കുന്നതും മറ്റും ഒരു കാരണവശാലും ശരിയല്ല, അപലപിക്കേണ്ടതാണ്. അതോടൊപ്പം വൈസ് പ്രസിഡന്റിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ പ്രസ്താവന അത്ഭുതം ഉണ്ടാക്കി. കാര്യം അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അത്തരമൊരു പ്രയോഗം നടത്തുമോ എന്ന് പലപ്പോഴും സംശയിച്ചു. പക്ഷേ നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രസക്തമാണ്.
സുപ്രീം കോടതിയുടെ ഉദ്ദേശശുദ്ധി നല്ലതാണ്, പ്രത്യേകിച്ച് തമിഴ്നാട് കേസിലെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിലും ഓവർ റീച്ച് വരുന്നോ എന്നൊരു ഡൗട്ട് സുപ്രീം കോടതിയെ അനുകൂലിക്കുന്ന ഈ പ്രസന്റ് സർക്കാരിനെ എതിർക്കുന്നവരുടെ ഇടയിൽ പോലും ഉണ്ട്. അതായത് സുപ്രീം കോടതി ചെയ്യുന്ന കാര്യങ്ങൾ ജുഡീഷ്യൽ ആക്ടിവിസ്റ്റിന്റെ പരിധി വിട്ട് ജുഡീഷ്യൽ ഓവർ റീച്ച് എന്നുള്ള പരിധിയിലേക്ക് പോവുകയാണോ എന്ന്. തമിഴ്നാടിന്റെ കാര്യത്തിൽ ശരിയാണ്, ആ ബില്ലുകൾ തടഞ്ഞു വെച്ച ശരിയായില്ല, ആ 10 ബില്ലുകൾക്കും അംഗീകാരം കിട്ടിയതായി കാണുമെന്ന് പറഞ്ഞു. പക്ഷേ ചില വാക്കുകളിൽ സുപ്രീം കോടതി അമിതാധികാര പ്രയോഗം നടത്തുന്നുണ്ടോ എന്ന് BJP-യോട് യോജിപ്പില്ലാത്തവർക്ക് പോലും പക്ഷേ നിലവിൽ രാഷ്ട്രപതി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്നു എന്ന ചില കാര്യങ്ങളിൽ പറയാൻ പറ്റുമോ? ഈ ബില്ലുകൾ തടഞ്ഞു വെക്കുക എന്ന് വെച്ചാൽ, നിയമമാകരുത് എന്ന രൂപത്തിൽ അത് തടഞ്ഞു വെക്കുക എന്ന് വെച്ചാൽ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണല്ലോ അതിന്റെ ആത്യന്തികമായ അർത്ഥം. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കൈകൾ കെട്ടിയിടുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഒക്കെ, പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ തന്നെ ഈ നിയമത്തിന് അതീതരാണ് എന്നൊരു അർത്ഥമുണ്ടോ? അങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. പക്ഷെ ഒരു കാര്യം ദയവായി ശ്രദ്ധിക്കണം, ഇന്ന സമയത്തിനുള്ളിൽ അവർ ഒപ്പിട്ട് തിരിച്ചയക്കണം എന്നൊരു ക്ലോസ് നമ്മുടെ ഫൗണ്ടേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഫൗണ്ടേഴ്സ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടില്ല. അത് ശരിയോ തെറ്റോ നമുക്ക് വാദിക്കാം. അതായത് ഒരു പ്രത്യേക സ്റ്റിപ്പുലേറ്റഡ് ടൈം, ശ്രീ അബ്ദുൽ കലാം ഇരുന്നപ്പോഴും 1-2 ബില്ലുകൾ ഇതേപോലെ തിരിച്ചയക്കുകയും മറ്റും വരുന്ന സംവാദങ്ങൾ ഉണ്ടായി. ഇന്ന ബില്ല് ഇന്ന തീയതിക്കുള്ളിൽ ചെയ്യണം എന്ന് നമുക്ക് ഔചിത്യത്തിന്റെയും മര്യാദയുടെയും പേരിൽ പറയുമെങ്കിലും അതിനൊരു പ്രത്യേക ടൈം ലിമിറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇംപ്ലൈഡ് അല്ലെങ്കിൽ പഴയ രൂപത്തിലല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ രൂപത്തിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ വെച്ച് ഇങ്ങനെ അവിടെ ഭരിക്കാനാവാത്ത സാഹചര്യം നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരൊറ്റ സംസ്ഥാനത്തിന്റെ കഥയല്ല, തുടർച്ചയായി പരാതികൾ വരികയാണ്. ആ വിഷയത്തിൽ ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് തർക്കമില്ല. ശ്രീ രവി എന്ന് പറയുന്ന ഗവർണർ അവിടെ ചെന്ന് ചില പ്രശ്നങ്ങളിൽ വരികയും വിവാദങ്ങൾ ഉണ്ടാകുകയും അതിനുശേഷം വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായി ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ഒക്കെ ചെയ്ത് നമ്മളെല്ലാം കണ്ടതാണ്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ സുപ്രീം കോടതി വരുമ്പോൾ, ഈ സുപ്രീം കോടതി രാഷ്ട്രീയക്കാരെ പോലെ അല്ലല്ലോ. സുപ്രീം കോടതി ചില ലിമിറ്റ്സ് ക്രോസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ക്രോസ് ചെയ്യുന്നുണ്ടെന്ന അർത്ഥത്തിലല്ല. അവിടെയാണ് വൈസ് പ്രസിഡന്റിന്റെ വാക്കുകൾ മാറ്റിവെച്ചാൽ അദ്ദേഹം റേസ് ചെയ്ത പോയിന്റ് ഡിബേറ്റബിൾ പോയിന്റ് ആണ്. പക്ഷെ നിഷികാന്ത് ദൂബെയോ ദിനേശ് ശർമ്മയോ പറഞ്ഞത് ഡിബേറ്റബിൾ പോലും അല്ല. ആ വിഷയത്തിൽ 2 പക്ഷങ്ങളില്ല. എനിക്ക് തോന്നുന്നു സെൻസിബിൾ ആയ കോൺഗ്രസും BJP-യും CPM-ഉം ആപ്പും മുസ്ലിം ലീഗും എല്ലാവരും നിഷികാന്ത് ദൂബെ പറഞ്ഞതും ദിനേശ് ശർമ്മ പറഞ്ഞതും ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്ട് ചെയ്യണമെന്ന് പറയുകയും, എന്നാൽ വൈസ് പ്രസിഡന്റ് റേസ് ചെയ്ത ഭാഷയല്ല ആ പോയിന്റ് ഒരു പക്ഷേ സംവാദാത്മകമാക്കണം, കേസെടുക്കണം എന്നുകൂടി കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണം. ഇപ്പോൾ MR അഭിലാഷ് പറഞ്ഞല്ലോ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആണെന്ന്. ചാൻസ് കുറവാണ്. നമ്മൾ റിയലിസ്റ്റിക്കലി നോക്കിയാൽ, ഞാൻ ഇതായിട്ട് പറയല്ല, നമുക്ക് ഈ ആഴ്ചകളിൽ കാണാമല്ലോ. സുപ്രീം കോടതി വഖഫിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ സ്വരം എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്റ്റേ ചെയ്യും, അതായത് സാധാരണഗതിയിൽ തമ്പ് റൂൾ, ആ വാക്ക് തന്നെ ഉപയോഗിച്ചു. തമ്പ് റൂൾ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെ സ്റ്റേ ചെയ്യില്ല എന്നുള്ളതാണ് എന്ന് ശ്രീ തുഷാർ മേത്ത പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും മറ്റൊരു തമ്പ് റൂളും കൂടെ ഉണ്ട് എന്ന് പറയുകയും സുപ്രീം കോടതിയുടെ സ്വരം അത് മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യങ്ങളും വിശാലാർത്ഥത്തിൽ ഭരണഘടനയുടെ താല്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതാണ്. അപ്പോൾ അത്രയും വലിയൊരു വിഷയം നിൽക്കുമ്പോൾ നിഷികാന്ത് ദൂബെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ശ്രദ്ധ മാറ്റുമെന്ന് തോന്നുന്നില്ല. സുപ്രീം കോടതി ഇഗ്നോർ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. സുപ്രീം കോടതി ഇഗ്നോർ ചെയ്യുകയാണോ യഥാർത്ഥത്തിൽ വേണ്ടതെന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഞാൻ ഒന്ന് ശ്രീ സമ്പത്തിലേക്ക് പോന്നു. ശ്രീ സമ്പത്ത്, ഇതിൽ സ്വമേധയാ കേസ് എടുക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ CPM എടുക്കുന്ന ഒരു നിലപാട് എന്താണ്? ഇവിടെ നമ്മളെ ഈ ചർച്ചയിൽ ഈ BJP ഇന്ത്യയുടെ ഭരണഘടന തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അതിൻ്റെ കാരണം ആ രാഷ്ട്രീയ പാർട്ടിയെ ഫലത്തിൽ നിയന്ത്രിക്കുന്നത്, ആത്യന്തികമായി നിയന്ത്രിക്കുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയല്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല രാഷ്ട്രങ്ങളുടെയും ഒരു വർഷത്തെ ബഡ്ജറ്റിനേക്കാൾ വലിയ ബഡ്ജറ്റുള്ള ഒരു രാഷ്ട്രീയേതര സംഘടന NGO എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള RSS ആണ്. അതെല്ലാ മേഖലകളിലേക്കും അത് കടന്നു വരികയും എല്ലാ മേഖലകളിലും അത് പിടിമുറുക്കുകയും നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ ഘടനയെ തന്നെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നുഴഞ്ഞു കയറാം, ഇഴഞ്ഞു കയറാം, അല്ല ഇടിച്ചു കയറാം. ഇത് ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ കുറച്ച് മിനിറ്റും കൂടിയല്ലേ ഉള്ളൂ. സുപ്രീം കോടതിയിൽ അടുത്ത കാലത്ത് വന്നിട്ടുള്ള കുറേ കാര്യങ്ങളിൽ അതിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ ശ്രീ രവിയുടെ തമിഴ്നാട് സംസ്ഥാനത്തെ ഗവർണറുടെ വിഷയത്തെ സംബന്ധിച്ച് മാത്രമായിട്ട് നമ്മൾ എടുക്കണ്ട. നമ്മൾ ഈ ചർച്ച നടത്തുമ്പോഴേ സ്മൃതി, ഇന്ത്യയിൽ സംസ്ഥാന സർക്കാരുകളെ തന്നിഷ്ടം പോലെ അട്ടിമറിക്കുന്ന, അതും ഭൂരിപക്ഷമുള്ള സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കുന്ന പ്രവണതയ്ക്ക് അതിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഭരണഘടനയിൽ എഴുതപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 356 ഉണ്ട്.
അപ്പോൾ അത് വെച്ചുകൊണ്ട് വിത്ത് ഓർ വിത്തൗട്ട് ദ റിപ്പോർട്ട് ഓഫ് ദ ഗവർണർ എന്നുള്ള നിലയിലാണ്. അതിൽ ആദ്യമായി തന്നെ ആർട്ടിക്കിൾ 356 ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഭൂരിപക്ഷം നിയമസഭയിലുണ്ടായിരുന്ന VMSന്റെ ഗവൺമെൻറ്റിനെയാണ് പിരിച്ചുവിട്ടത് കേരളത്തിലെ. SR ബൊമ്മയുടെ കേസ് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 30 വർഷം തികഞ്ഞു അല്ലേ? നമ്മൾ ഈ ചർച്ച നടത്തുന്ന വേളയിൽ SR ബൊമ്മയുടെ കേസ് വന്നിട്ട് 3 ദശാബ്ദം തികയുകയാണ്. 30 വർഷത്തെ വാർഷികം നമ്മൾ അങ്ങനെ വരികയാണ്. ഇന്ത്യയുടെ ഈ നീതിന്യായ സംവിധാനത്തിലെ എണ്ണപ്പെട്ടൊരു ഏടാണത്. ഭരണഘടന എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടന അവിടെ ഇത്രയേ ഉള്ളൂ ഭരണഘടന. ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണെന്ന് പറയുന്നത് ആകെ ഇത്രയേ ഉള്ളൂ. ഈ ലോകത്തിലുള്ള ഈ എല്ലാ കാര്യങ്ങളും, നമ്മുടെ രാഷ്ട്രത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാം ഇങ്ങനെ നൂലിട കീഴിയെല്ലാം ഇതിനകത്ത് പറയാനായിട്ട് അത്തരത്തിൽ കഴിയുന്ന കാര്യങ്ങളല്ലേ. മോണ്ടസ്ക്യൂവിൻ്റെ തിയറി അനുസരിച്ചുള്ള എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും അത് 3ആയി തിരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് പരസ്പര പൂരകമായിരിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ ലെജിസ്ലേച്ചറിനോട് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വമുള്ളതായിട്ടുള്ള ഒരു കാര്യനിർവഹണ സഭ അതാണല്ലോ ആ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ജനങ്ങളോട് നമ്മൾ പൗരന്മാരാണ്, പ്രജകളല്ല. പ്രജകളുടെ കാലം പോയി, ഇന്ന് പൗരന്മാരാണ്. പൗരന്മാരെന്ന് പറയുമ്പോൾ വോട്ടവകാശം ഇല്ലാത്ത കൊച്ചുകുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വീണ് അമ്മയെന്ന് വിളിക്കുന്ന നിമിഷം മുതൽ അത് പൗരനാണ് വാസ്തവത്തിൽ. ആ പൗരന്മാർക്കുള്ള അവകാശം മാത്രമല്ല, ഈ ജീവജാലങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കൃത്യമായി ഇവിടെ അനിമലെന്നോ അല്ലെങ്കിൽ പ്ലാന്റ് എന്നോ ഒന്നും ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടല്ല. ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ, ഇത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ സമുച്ചയമാണ് ഇന്ത്യൻ യൂണിയൻ. സംസ്ഥാനങ്ങൾ ഒരിക്കലും ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഈ പണിയാളുകളല്ല, അടിമകളല്ല, അവർ ഉടമകളുമല്ല. സംസ്ഥാനങ്ങളിൽ നിന്ന് കരം പിരിച്ച് നികുതി പിരിച്ച് അത്തരത്തിൽ നൽകപ്പെട്ടില്ല എങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാനും കഴിയില്ല. എല്ലാം ഈ കേന്ദ്രാവിഷ്കൃത ഫണ്ട്, കേന്ദ്ര പദ്ധതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ പല ആളുകളും കൊട്ടിഘോഷിക്കാറുണ്ട്. നമ്മുടെ പണം അങ്ങോട്ട് കൊടുത്തിട്ടാണ് അതിൽ നിന്ന് വല്ലതും ഇങ്ങോട്ടേക്ക് കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ളത്. ഈ കേരള സംസ്ഥാനം ഉൾപ്പെടെ, കർണാടക സംസ്ഥാനം, പശ്ചിമ ബംഗാൾ സംസ്ഥാനം, പഞ്ചാബ് സംസ്ഥാനം ഉൾപ്പെടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ അനുച്ഛേദം ആ പറഞ്ഞിട്ടുള്ളത് ഉപയോഗിച്ച സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കേസ് കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അവിടെ തൊട്ട് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കിടക്കുകയാണ്. ഇവിടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഗവർണർമാർ ഈ പഴയ വൈസ്രോയുടെ കാലത്ത് നമ്മുടെ ഈ റെസിഡൻറ്റ് സായിപ്പന്മാരെ പോലെ അത് ഇങ്ങനെ രാഷ്ട്രീയ ഉപജാപങ്ങളുടെ കേന്ദ്രമായി രാജ്ഭവനുകൾ മാറിയാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ മാറുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ എന്താ നമ്മളൊരു മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഞാനത് പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം. യജമാനൻ്റെ കാവൽ നായയ്ക്ക് നൊന്താൽ യജമാനന് നോവും. യജമാനന് നോവുന്നത് യജമാനൻ്റെ കാവൽ നായയ്ക്ക് നോവുമ്പോഴാണ്. യജമാനൻ മതിൽ ചാടിയാൽ ഒരു കാരണവശാലും ആ കാവൽ നായ കുരയ്ക്കുകയുമില്ല. അതാണ് നല്ല കാവൽ നായ. ഈ ഇന്ത്യയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പറ്റി, CBIയെ പറ്റി, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് എങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഈ വിധത്തിൽ ആരോടും ഉത്തരവാദിത്വമില്ലാത്ത നിലയിലേക്ക് പെരുമാറുന്ന കുറേ ഗവർണർമാരെ പലയിടത്തും അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഗവർണർമാരുടേതായിട്ടുള്ള വഴിവിട്ട പ്രവർത്തനങ്ങൾ, ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ. മുമ്പ് പഞ്ചാബിലെ ഗവർണറെ സംബന്ധിച്ച് സുപ്രീം കോടതി നൽകിയൊരു വിധിയുണ്ട്. ഒരുപാട് നാളൊന്നും ആയിട്ടില്ല അത്. തമിഴ്നാട്ടിലെ ഗവർണറോട് പറഞ്ഞു എടുത്തൊന്ന് വായിക്കാൻ സുപ്രീം കോടതി തന്നെ. ആ വിധി വരുമ്പോഴാണ് കേരളത്തിൽ നിന്ന് പിന്നീട് ബീഹാറിലേക്ക് പോയ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് നേരെ തട്ടിക്കൂട്ടി രാഷ്ട്രപതിക്ക് അയച്ചത്. ഓർമ്മയില്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കാമെന്നുള്ള നിലയിലാണോ? ഇതിനൊരു കാലാവധി ഇല്ല, ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണെങ്കിൽ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ജന്മം നൽകുന്നതിന് 10 ചന്ദ്രമാസം എന്ന് ഒരിടത്തും ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളൊക്കെ 10 ചന്ദ്രമാസത്തിനപ്പുറം ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഭ്രൂണമായി അങ്ങനെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ചാപിള്ളയായി പോകും. ആ 10 ചന്ദ്രമാസം പൂർത്തിയാകുമ്പോൾ നമ്മൾ ആ വിധത്തിൽ ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ച് വീഴുകയാണ്. ഇവിടെ സംസ്ഥാന സർക്കാരുകൾ അവരെ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്നതായിട്ടുള്ള അത്തരത്തിലുള്ള നിയമനിർമ്മാണ പ്രക്രിയകളിൽ പരസ്പര സഹവർത്തിത്വം, ഒരു ഓപ്പറേറ്റീവ് ഫെഡറലിസമാണ് വേണ്ടത്. അല്ലാതെ ഈ വിധത്തിൽ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഒരു യൂണിറ്ററി സ്റ്റേറ്റായി ഇതിനെ മാറ്റാൻ, ഒരു സെക്കുലാർ സ്റ്റേറ്റ് അതിന് പകരം ഒരു റിലീജിയസ് ഫണ്ടമെൻ്റലിസ്റ്റിക് സ്റ്റേറ്റായി ഇതിനെ മാറ്റാൻ, ഇത് ഞാൻ ഈ പാർലമെൻറ്റിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചു. പുതിയ പാർലമെൻറ്റിലേക്ക് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോവുകയോ അല്ലെങ്കിൽ പോയിട്ടുള്ള സുഹൃത്തുക്കളോട് നിങ്ങൾ ചോദിക്കുകയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ജനങ്ങൾ പാർലമെന്റുമാകെ മാറി അല്ലേ? അതെ, പാർലമെന്റുമാകെ മാറി എന്നുള്ളതല്ലേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത്? അതെ,
പാർലമെൻറ്റിൽ നമ്മുടെ അക്രഡിറ്റഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾക്കടക്കം അവിടെ ഒന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്ന് താങ്കളൊന്ന് ചോദിച്ചാൽ മതി. എങ്ങനെയായിരുന്നു പാർലമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ? പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്? നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ അവിടെ ചർച്ചകൾ ഉണ്ടാവും, സംവാദങ്ങൾ ഉണ്ടാവും, വിമർശനങ്ങൾ ഉണ്ടാവും, വിയോജിപ്പുകൾ ഉണ്ടാവും, സംഘർഷങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം കഴിയുമ്പോഴും അവിടെ നമ്മളൊരു സമന്വയം അവിടെ ഉണ്ടാവും. ആ സമന്വയം ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, തലച്ചോറിൽ നിന്ന് മാത്രമല്ല. അതിന് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പാർലമെൻറ്റിന് പറയുമ്പോൾ പാർലമെൻറ്റിൻ്റെ ഹൃദയം ആ സെൻട്രൽ ഹാളായിരുന്നു. ഇന്ന് ആ സെൻട്രൽ ഹാളൊന്നും ഇല്ല പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന്. വരിക, പ്രസംഗിക്കുക, പോയിക്കോളുക. ഇറ്റ്സ് എ ബോക്സ് ടു സ്പീക്ക്. യു ക്യാൻ ഡെലിവർ യുവർ സ്പീച്ച് ഹിയർ, ദെൻ യു ഗോ ബാക്ക് എന്നുള്ള നിലയിലേക്കാണ് മാറുന്നത്. ഇങ്ങനെയാണോ പാർലമെന്ററി സംവിധാനം? ശരി, ആ സമന്വയത്തിന്റെ ഭാഷ എല്ലായിടത്തും നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശം നൽകുന്ന സുപ്രീം കോടതി വിധി വന്ന ശേഷം തമിഴ്നാട് ഗവർണർ എങ്ങനെ പെരുമാറി എന്നുള്ളതും രാജ്യം കണ്ടതാണ്. ഗവർണർ ആ സ്ഥാനം രാജിവെക്കേണ്ടതാണ്, RN രവി രാജിവെക്കേണ്ടതാണ് എന്ന പ്രതികരണങ്ങൾ നാലുപാട് നിന്നും വരുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ശ്രദ്ധിക്കുകയേ ചെയ്തിട്ടില്ല. അതുകൂടാതെ ഒരു കോളേജിൻ്റെ പരിപാടിയിൽ അവിടെ വിദ്യാർത്ഥികളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു വെല്ലുവിളിയുടെ സ്വഭാവം വിധികൾക്ക് ശേഷം ഇവരെടുക്കുന്നുണ്ട് എന്ന ചോദ്യം കൂടി അവിടെയുണ്ട്. അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇപ്പോൾ ഗവർണർ അതിനുശേഷം വിധിക്ക് ശേഷം തമിഴ്നാട് ഗവർണർ എങ്ങനെ പെരുമാറുന്നു, പുറത്തെന്ത് പറയുന്നു എന്നുള്ളത് കോടതിയെ സംബന്ധിച്ചുള്ള കാര്യമല്ല. പക്ഷേ കാണിക്കുന്ന ജനങ്ങൾ കാണുകയാണല്ലോ, ഈ രാജ്യം കാണുകയാണല്ലോ. അപ്പോൾ അതിലൊരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. താങ്കൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രപതിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരുപടി മുന്നോട്ട് പോയോ എന്ന സംശയം താങ്കൾക്കുണ്ട് എന്ന്. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രപതിക്ക് പിഴവ് പറ്റിയാൽ ആര് തിരുത്തുമെന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. നിയമത്തിന് അതീതരാണ് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എന്നൊക്കെ കരുതാനാകുമോ? രണ്ട് ചോദ്യങ്ങൾക്കും മറുപടി പറയാം സ്മൃതി. ആദ്യം ഗവർണർ എങ്ങനെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത് വിധിക്ക് ശേഷം. ഗവർണർ എങ്ങനെ ബിഹേവ് ചെയ്താലും ഗവർണറിന്റെ ഒപ്പില്ലാതെ 10 ബില്ലുകളാണ് നിയമമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം എത്ര അസംതൃപ്തി പ്രകടിപ്പിച്ചാലും ലോ ഓഫ് ദ ലാൻഡ് ഈസ് ക്ലിയർ. അതിനകത്ത് പിന്നീട് കാണിക്കുന്ന അസംതൃപ്തി എന്ന് പറഞ്ഞാൽ അത് പിണക്കെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തൊരു വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടില്ല. കോടതിയുടെ ഉത്തരവല്ലേ നിയമം. പിന്നെ രണ്ടാമത്, ഇപ്പോ രാഷ്ട്രപതിയിടയ്ക്ക് ഡയറക്ഷൻ എങ്ങനെ കൊടുക്കുന്നു? അപ്പൊ രാഷ്ട്രപതി രാഷ്ട്രീയമായിട്ട് തീരുമാനിക്കുമ്പോൾ, പ്രത്യേകിച്ചും രാഷ്ട്രപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമർജൻസി ലൈറ്റ് പോലെയാണ്. എപ്പോഴും കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രം പ്രവർത്തിക്കുവാൻ ഭരണഘടനാപരമായിട്ട് വിധിക്കപ്പെട്ട, എന്നാൽ ചില സാഹചര്യങ്ങളിൽ എമർജൻസി ലാമ്പ് കത്തുന്നത് പോലെ ഭരിക്കാൻ മന്ത്രിസഭ ഇല്ലാതെ വരുമ്പോൾ മാത്രം കത്തുന്ന ഒരു സംഭവമാണ് രാഷ്ട്രപതി, എല്ലാ ബഹുമാനത്തോടു കൂടി. അപ്പൊ രാഷ്ട്രപതിക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഒരു 2 അംഗ ബെഞ്ച് തീരുമാനിക്കുന്നതിനകത്തെ നിയമവിരുദ്ധതയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ആർട്ടിക്കിൾ 145 ക്ലോസ് 3 ഉണ്ട്. ഇതുവരെ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ലാത്ത നിയമ ചോദ്യങ്ങളായതുകൊണ്ട് 145(3) മറച്ചു വെച്ചുകൊണ്ട് ഞാനത് സംസാരിക്കുകയാണെങ്കിൽ ഞാനൊരു പ്രൊപ്പഗാൻഡിസ്റ്റ് മാത്രമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പം കോടതി വിധികൾ വരും, സർക്കാരുകൾ വരും പോകും. ആത്യന്തികമായിട്ട് നിലനിൽക്കുന്നത് ഭരണഘടനയിൽ ഉണ്ടായിരുന്ന വ്യാഖ്യാനങ്ങളാണ്. 15 വർഷം 20 വർഷം കഴിയുമ്പോഴും ഇത്തരത്തിലൊരു കീഴ്വഴക്കം വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 145 ക്ലോസ് 3 അവിടെ അപ്രസക്തമായി പോവുകയാണ്. ശ്രീ കാളീശ്വരൻ രാജ് പറഞ്ഞ ഇതിനോട് ചേർത്ത് വെക്കാനുള്ളതുകൊണ്ടാണ്. പറഞ്ഞോട്ടെ, എനിക്ക് മറുപടി തരാം. അതിനൊക്കെ എനിക്ക് മറുപടി പറയാൻ ഒക്കും. ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു ഒന്ന് പൂർത്തിയാകട്ടെ. ശ്രീ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിന് അലക്ഷ്യ നടപടി എടുത്തൊന്നും അത് അങ്ങനെ അതിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ എൻ്റെ ഒരു ആത്മരോഷം കൊണ്ട് അലക്ഷ്യ നടപടി എടുക്കണമെന്ന് പറഞ്ഞാലും കോടതി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന അഡ്ജൂഡിക്കേഷനിൽ മാത്രമാണ്. ജസ്റ്റിസ് QR കൃഷ്ണയ്യർ പറഞ്ഞ പോലെ നീതിയുടെ രഥം മുന്നേറുമ്പോൾ അസംതൃപ്തരായിട്ടുള്ള ആൾക്കാർ വഴിയിൽ പലതരത്തിലുള്ള ശബ്ദവും ഉണ്ടാക്കും. പക്ഷെ നീതിരഥത്തിനെ ഇതൊന്നും ബാധിക്കുകയില്ല. അപ്പൊ കോടതി ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ പോകാനാണ് എല്ലാ തരത്തിലും സാധ്യത. ഇനി താങ്കളുടെ ചോദ്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ 2 അംഗ ബെഞ്ച് തീരുമാനമെടുത്തതിനെ കുറിച്ച് താങ്കൾ അഭിപ്രായം പറഞ്ഞല്ലോ. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് എന്ന മാതൃഭൂമി എഡിറ്റ് പേജിൽ എഴുതിയിരിക്കുന്ന ലേഖനം, ഭരണഘടനയുടെ 145(3) അനുച്ഛേദം അനുസരിച്ച് ഭരണഘടനാ വ്യാഖ്യാനം സംബന്ധിച്ച ഗണ്യമായ നിയമപ്രശ്നങ്ങൾ ഉൾപ്പെട്ട കേസുകൾ കുറഞ്ഞത് 5 ന്യായാധിപർ അടങ്ങിയ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കണം. എന്നാൽ കേസുകളിൽ ഇത്തരം ഗണ്യമായ നിയമപ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പ്രാഥമികമായി തീരുമാനിക്കേണ്ടത് കേസ് പരിഗണിക്കുന്ന ന്യായാധിപർ തന്നെയാണ്. സുപ്രീം കോടതിയിലെത്തുന്ന ഏതാണ്ട് എല്ലാ കേസുകളിലും ഭരണഘടനാ വിഷയങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ ഉൾപ്പെട്ടേക്കാൾ. അങ്ങനെ വരുമ്പോൾ എല്ലാ കേസുകളും ഭരണഘടനാ ബെഞ്ച് തന്നെ പരിഗണിക്കണമെന്ന് പറയാനാവില്ല എന്നൊരു വാദം കൂടിയുണ്ട്. അതിനോട് താങ്കളുടെ അഭിപ്രായം? വളരെ വളരെ ശക്തമായിട്ട് ബഹുമാനപൂർവ്വം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് വിയോജിക്കുകയാണ് ചെയ്യുന്നത്. ഭരണഘടനയുടെ 361 വകുപ്പിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റിനെയോ ഗവർണറെയോ പാർട്ടിയാക്കി വെക്കാൻ കഴിയുകയില്ല എന്നുള്ളത്.
പ്രസിഡന്റിന്റെയോ ഗവർണറുടെയോ തീരുമാനത്തിനെ അസാധുവായിട്ട് പ്രഖ്യാപിക്കുവാൻ കോടതിക്ക് കഴിയും. അതിപ്പോഴും കഴിയും, അത് എപ്പോഴും കഴിയണം, അങ്ങനെ കഴിഞ്ഞിരിക്കുകയും വേണം. പക്ഷെ എങ്ങനെയാണ് ഈ കേസിൽ ഗവർണർ ഒന്നാമത്തെ പാർട്ടിയായിട്ട് വന്നത്? നോട്ടീസ് ഇഷ്യൂ ചെയ്തത് രണ്ടാമത്തെ റെസ്പോണ്ടന്റ് ആയിട്ടിരുന്ന കേന്ദ്ര സർക്കാരിനോട് മാത്രമല്ലേ? 361 വകുപ്പ് പ്രകാരം ഗവർണർക്ക് നോട്ടീസ് അയക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഗവർണറെ ഒന്നാം കക്ഷിയാക്കി എങ്ങനെയാണ് ഇത് വന്നത്? ഭരണഘടനയുടെ 200-ാം അനുച്ഛേദത്തിന്റെ പ്രൊവൈസോ പ്രകാരം ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സഭയിലേക്ക് ബില്ല് തിരിച്ചയക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ആ അർത്ഥം 200-ാം വകുപ്പിലേക്ക് കൽപ്പിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ആ വ്യാഖ്യാനം എന്താ? പുതിയതല്ലേ? ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസിനോട് പൂർണ്ണമായിട്ടും ഫിഡിലിറ്റി പുലർത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള പ്രൊപ്പഗണ്ടയ്ക്കും വിധേയനാകാതെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആര് വന്നാലും ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് താനും. കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ഫണ്ടമെന്റൽ ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് സമയത്തും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല. യു ഹാവ് ടു ബി ലോയൽ ടു ദ ഒറിജിനലിസം ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഔട്ട്കമ്മിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഔട്ട്കം എന്ന് വെച്ചാൽ കോടതിയുടെ ഉത്തരവിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുമ്പോൾ തന്നെയും കോടതി ആ നടപടിയെടുത്ത രീതിയോട് വിയോജിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന പ്രീസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരുപക്ഷെ അത് അഹിതകരമായിട്ടുള്ള രീതിയിലുള്ളതായിരിക്കാം. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് തീരുമാനിച്ചിരുന്നുവെങ്കിൽ അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ ആധികാരികത ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രസക്തമാകുമായിരുന്നു. പഞ്ചാബ് കേസിലും ഇതൊന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അല്ല ഡിസിഷൻ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ജസ്റ്റിസ് നബാം റാബിയ കേസിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഗവർണർക്ക് അരവിന്ദ് രാജ്കോവയ്ക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് പിന്നീട് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അത് വിഡ്രോ ചെയ്യേണ്ടി വന്നത്? അരവിന്ദ് രാജ്കോവയ്ക്ക് ജസ്റ്റിസ് കെഹാർ അധ്യക്ഷനായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് 2016 നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അടുത്ത തവണ വന്നപ്പോൾ ഞങ്ങൾ അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ നോട്ടീസ് റീകോൾ ചെയ്തു, ഓർഡർ റീകോൾ ചെയ്തു. അപ്പം വിധിയോടുള്ള വിയോജിപ്പല്ല സ്മൃതി. ആ പറഞ്ഞതിന്റെ ഒരു സ്പിരിറ്റ് മനസ്സിലാക്കാൻ. ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഇറ്റ്സ് ഓൾവേസ് ഗൈഡഡ് ബൈ ഇറ്റ്സ് ഓൺ പ്രിൻസിപ്പിൾസ്. 145 ക്ലോസ് 3 മാനദണ്ഡം ആദ്യമായിട്ടാണ് ചരിത്രം സൃഷ്ടിച്ചു എന്ന് ഞാൻ അതിനോട് പ്രതികരിച്ചാണ് ഒരു ചാനലിൽ. ഇത് ചരിത്രമായിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ചരിത്രം രചിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ ഒരു കേസ് പോലെയല്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രസിഡന്റിന്റെയോ ഗവർണറുടെയോ ഒപ്പില്ലാതെ ബില്ല് നിയമമാകുന്നത് ഇറ്റ്സ് എ സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ആസ് ടു ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് 5 അംഗ ബെഞ്ച് കേൾക്കരുത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് അമൗണ്ട്സ് ടു സബോട്ടാഷിംഗ് ആർട്ടിക്കിൾ 145 ക്ലോസ് 3. ഏത് ഡിബേറ്റിനും ആരുമായിട്ട് ഞാൻ തയ്യാറാണ്. ഡോക്ടർ സമ്പത്തിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ശരി, ശ്രീ സമ്പത്ത്, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, ഇദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീ അഭിലാഷ് പറഞ്ഞ കാര്യം അത് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഏതാനും മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്ത് തീരുന്നതല്ല. ഞാൻ അതിലൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത് ഈ ഭാഗം 19 മിസ്ലേനിയസ് എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ അതിൻ്റെ പാർട്ട് 19 ആർട്ടിക്കിൾ 361 1 ആണ്. ആർട്ടിക്കിൾ 361 1 ഭാഗമാണ് അദ്ദേഹം പറഞ്ഞത്. അതിലെ തന്നെ ഖണ്ഡിക 2 അതിൻ്റെ 361(2) അല്ല ഞാൻ പറഞ്ഞത്, 361(1) കഴിഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ഖണ്ഡികയിൽ പറയുകയാണ്, പ്രൊവൈഡഡ് ദാറ്റ് ദ കോണ്ടക്ട് ഓഫ് ദി പ്രസിഡൻറ്റ് മേ ബി ബ്രോട്ട് അണ്ടർ റിവ്യൂ ബൈ എനി കോർട്ട്, ട്രിബ്യൂണൽ ഓർ ബോഡി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? അതായത് രാഷ്ട്രപതി ഇക്കാര്യത്തിൽ രാഷ്ട്രപതിയുടേതായിട്ടുള്ള കോണ്ടക്ട്, രാഷ്ട്രപതിയുടേതായിട്ടുള്ള നടപടി ഏത് കോടതിയുടെയും എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടേതായിട്ടുള്ള റിവ്യൂവിന് അത് ബാധകമല്ലയോ? ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ ജുഡീഷ്യൽ റിവ്യൂ ഇപ്പോൾ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ വന്ന ഒരു വിഷയം ഡോക്ടർ സമ്പത്ത് ഇത് പറയുന്നത് ആർട്ടിക്കിൾ 65 രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ്. രാഷ്ട്രപതിയുടെ തീരുമാനങ്ങൾ എപ്പോഴും ജുഡീഷ്യൽ റിവ്യൂ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. യു ആർ ടോക്കിംഗ് അബൌട്ട് എ പ്രൊവൈസോ വിച്ച് ഈസ് സ്പെസിഫിക്കലി റെഫറിംഗ് ടു ആർട്ടിക്കിൾ 61. അല്ലല്ല ഇംപീച്ച്മെന്റിനെ കുറിച്ചല്ല. ഇംപീച്ച്മെന്റിനെ കുറിച്ചാണെങ്കിൽ ഞാൻ പറയേണ്ടത് വൈസ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ കുറിച്ചാണ്. കാരണം ഈ ഇന്ത്യയുടെ രാജ്യസഭയിൽ നടാടെയാണ് രാജ്യസഭാ അംഗങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യസഭയിൽ അംഗങ്ങൾ അത്തരത്തിൽ വൈസ് പ്രസിഡന്റിനെതിരായി ഇംപീച്ച്മെന്റ് മോഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യമില്ല ഇവിടെ. ഇതേ ഉള്ളൂ ഇതിലിപ്പോ provided that the part 19 miscellaneous അതിനകത്ത് താങ്കൾ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് ഗവർണേഴ്സ് ആൻഡ് രാജ് പ്രമുഖ്സ് എന്നുള്ളത് ആർട്ടിക്കിൾ 361(1) സമ്മതിച്ചു. അതങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് എഴുതിയിട്ടുള്ളത് provided that the conduct of the president may be brought under review by any court, tribunal or body appointed or designated by either house of parliament for investigation of a charge under article 61.
ഇത് ഈ പറയുന്ന അവസാനം പറയുന്നത് ആർട്ടിക്കിൾ 61-ന്റെ, പക്ഷെ കോടതിയിലല്ല ഇംപീച്ച്മെന്റ്. അഭിലാഷേ, ഞാൻ അതല്ല പറഞ്ഞു. അതെവിടെയാണ് വരുന്നത്? പ്രൊവൈസോ ഈസ് ഓൺലി അബൌട്ട് ഇംപീച്ച്മെന്റ്. പ്രൊവൈസോ നിങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ രാഷ്ട്രപതിയുടെ തീരുമാനങ്ങൾ, ഓർഡേഴ്സ്, രാഷ്ട്രപതിയുടെ ഏത് തീരുമാനത്തിനെ ഇൻവാലിഡേറ്റ് ചെയ്യാൻ കഴിയും. എനിക്ക് അതിനോടൊരു വിയോജിപ്പില്ല. രാഷ്ട്രപതി ഇപ്പോ ബീഹാർ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഡിസൊല്യൂഷൻ കേസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ, നമ്മൾ രണ്ടുപേരും ഒരിടത്തെത്തുകയാണ്. പക്ഷെ അത് പ്രൊവൈസോ വേണ്ട. ശരി, നിങ്ങൾ യോജിപ്പിലെത്തിയ സ്ഥിതിക്ക് ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നു. ശരി, ഒരൊറ്റ മിനിറ്റ് ഇടവേള. ശരി, കേൾക്കുകയായിരുന്നല്ലോ ഈ തർക്കം. ഇതിപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും നിയമത്തിന് അതീതരാണ് എന്ന രൂപത്തിൽ അതിനെ കാണാൻ പറ്റുമോ? ആ രൂപത്തിൽ കൂടി വ്യാഖ്യാനിക്കുന്നുണ്ട്. രാഷ്ട്രപതിക്ക് മേൽ സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തോ, അത് പറ്റുമോ എന്ന ചോദ്യം. സ്മൃതി, നിയമം എന്ന് പറയുന്ന വാക്കിനൊരു വ്യാപക സ്വഭാവമാണുള്ളത്. നിയമം എന്ന് പറയുന്നത് ഭരണഘടനാ നിയമത്തിന് അതീതമായി യാതൊന്നും ഉണ്ടാവരുത്. അത് തീരുമാനിക്കാനുള്ള ആത്യന്തിക ചുമതല സുപ്രീം കോടതിക്കാണ് എന്ന കാര്യത്തിൽ ഒരു നിയമവിദഗ്ധർക്കും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ പാർലമെൻറ്റിൻ്റെ നിയമമുണ്ടാക്കാനുള്ള അവകാശം അതിനെ കുറിക്കുന്ന കാര്യമാണ്. നിഷികാന്ത് ദുബെയാണ് നമ്മുടെ ഉപരാഷ്ട്രപതി. ജഗദീപ് ധൻഖറും നിഷികാന്ത് ദുബെയുമാണ് ഇപ്പോഴത്തെ വിവാദ കഥാപാത്രങ്ങൾ എന്നതുകൊണ്ട് പറയുകയാണ്. നിഷികാന്ത് ദുബെയും ഉപരാഷ്ട്രപതിയും പറഞ്ഞതിനകത്തൊരു സമാനതയുണ്ട്. ഇവിടെ പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാൻ പരിധികളില്ലാത്ത അവകാശമുണ്ട്. അതിൽ കോടതി നടത്തുന്ന ഏത് കടന്നുകയറ്റവും ജനാധിപത്യ ക്രമത്തിനെതിരാണ്, ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരാണ് എന്ന ഒരു ധ്വനി ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇപ്പം ജനങ്ങൾ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഒരു ഭരണഘടനാപരമായ ഒരു ക്ലാരിറ്റിയാണ് ഇവിടെ വേണ്ടത്. ആ ക്ലാരിറ്റി ആത്യന്തികമായി കൊടുക്കേണ്ട സുപ്രീം കോടതി തന്നെയാണ്, അത് മറ്റാരുമല്ല. അപ്പം അവിടെയാണ് ഇവിടെ ഇപ്പം വന്നിരിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒരു ഭരണഘടനയുടെ 3 അടിസ്ഥാന ശിലകൾ ഇവിടെ സ്വല്പം ഷെയ്ക്കനായി. ഒന്ന് ഈ എക്സിക്യൂട്ടീവുമായും അല്ലെങ്കിൽ ലെജിസ്ലേച്ചറുമായും ഉള്ള കോടതിയുടെ ഈ തർക്കത്തിന്, കോടതിയുമായി നേരിട്ടുള്ള തർക്കമല്ല എങ്കിൽ പോലും ആ തർക്കത്തിൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, ജനാധിപത്യം എന്ന സങ്കല്പത്തിൻ്റെ ലിമിറ്റാണ്. അതാണ് ഒരു കാര്യം. 2, ഇവിടെ വഖഫ് നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക്, ഈ സെക്യുലറിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉള്ള ഇത്. പക്ഷെ അതിനേക്കാൾ ആഴത്തിലുള്ള കാര്യമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1, ഇന്ത്യ അതർവൈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്സ്. അവിടെ ഫെഡറലിസം എന്ന സങ്കല്പം ഗവർണർമാരൊക്കെ സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിന് സംസ്ഥാനത്തിൻ്റെ മേൽ എത്രത്തോളം പ്രിവെയിൽ ചെയ്യാം. ഗവർണർ കേന്ദ്രത്തിൻ്റെ ഒരു ഏജൻ്റായി പ്രവർത്തിക്കുമ്പോഴും സംസ്ഥാനത്തിൻ്റെ ഇച്ഛാശക്തി ഡെമോക്രാറ്റിക് ഒരു ഓർഡർ അനുസരിച്ച് അത് പ്രകടിപ്പിക്കാനും നിയമനിർമ്മാണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ആര് സംരക്ഷിക്കും? ആ സംസ്ഥാനത്തിൻ്റെ ഇച്ഛാശക്തിയും ഫെഡറൽ ക്രമവും ആര് സംരക്ഷിക്കും? അതിൻ്റെയും ഉത്തരം കോടതിയാണ് എന്നതാണ്. ഇവിടെ കോടതി സ്വല്പം അസേർട്ട് ചെയ്യുന്നത് എനിക്ക് അറിയില്ല, ഇത് ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഒരു പുതിയ വേവ് ആണോ ഇപ്പോൾ വരുന്നതെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും അതൊരു ശുഭോദർക്കമായ ഒരു കാര്യമാണ്. കാരണം ഏറെ പഴി ജുഡീഷ്യറി കഴിഞ്ഞ ഒരു 2 ദശകമായി ഒരുപാട് പഴി കേൾക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ചട്ടങ്ങളായി കോടതി മാറുന്നുണ്ടോ എന്ന ആരോപണം അല്ല, അങ്ങനല്ല. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ നിഴലിൽ നിന്നും ഞങ്ങൾ മോചിതമായി കോടതി യഥാർത്ഥത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കാനായി മുന്നോട്ട് വരുന്നു എന്നത് ശുഭോദർക്കമായ കാര്യമാണ്. രാഹുൽ ഈശ്വരനും അതേ അഭിപ്രായമാണ്. പെട്ടെന്നൊരു കാര്യം ആഡ് ചെയ്തോട്ടെ. നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നു, 100% യോജിക്കുന്നു. പക്ഷേ പൊതുവേ നമ്മുടെ ഭരണഘടനയെ കുറിച്ച് പറയാൻ കഴിയുന്നത് അതൊരു ക്വാസി ഫെഡറൽ നേച്ചർ ഉള്ളതെന്നാണ്. ചില സമയങ്ങളിൽ നമ്മുടെ ഭരണഘടന യൂണിറ്ററി നേച്ചർ എക്സിബിറ്റ് ചെയ്യുകയും, പ്രത്യേകിച്ച് വാർ അടക്കമുള്ള കാര്യങ്ങളിലും ഒരു സ്ട്രോങ് സെൻട്രൽ അതോറിറ്റി ഉള്ള കാര്യങ്ങളിലും, അല്ലാത്ത സമയത്ത് വി ആർ എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ഫെഡറലിസത്തെക്കാൾ കറക്റ്റ് വാക്ക് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അപ്പൊ ഇതൊരു ക്വാസി ഫെഡറൽ എന്ന് ക്വാസി ഫെഡറൽ എന്ന് പറയാമെന്നറിയില്ല, പക്ഷെ അതായിരിക്കും കുറെ കൂടെ കറക്റ്റ്. 2, ഈ പാർട്ടിക്കിളിന്റെ സ്വഭാവം വേവ് ആണോ നേച്ചർ ആണോ പാർട്ടിക്കിൾ ആണോ എന്ന് ചോദിക്കുന്നത് പോലെ ഈ 2 സ്വഭാവങ്ങളും നമ്മുടെ ഭരണഘടനയ്ക്കുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ സത്യം. നമ്മുടെ ഭരണഘടനാ വിദഗ്ധന്മാർ തന്നെ പല സിമ്പോസിയത്തിലും മറ്റും ചൂണ്ടിക്കാണിച്ചതാണ്. ഫെഡറൽ എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് തീർച്ചയായും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ സംസ്ഥാനങ്ങളെ എല്ലാം ചേർത്ത് നിർത്തുന്നത് ഇന്ത്യ എന്ന ലാർജർ ഫ്രെയിംവർക്കാണ്.
ഇനി ഇന്ത്യ എന്താണ്? ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല റൈറ്റ് മൈൻഡിൽ ആരും ശ്രീ രവിയുടെ പല നിലപാടുകളും പ്രസ്താവനകളും അംഗീകരിക്കുമെന്ന്. പക്ഷെ ലാർജർ ഡീപ്പർ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻസിൽ സുപ്രീം കോടതി, ബാക്കി രാഷ്ട്രീയക്കാർ പോകുന്നതിൽ തെറ്റില്ല, സുപ്രീം കോടതി അവധാനതയോടെ പോകണമെന്നും ഒരു സാധാരണ നിയമത്തെ പരിമിതമായി അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ അഭിലാഷ് പറഞ്ഞ വാദഗതികളാണ് രാഷ്ട്രീയത്തിനപ്പുറമായ ഒരു നിയമ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് ശരി. ഗവർണറുടെ വിഷയത്തിൽ മാത്രമല്ലല്ലോ, മതേതരത്വം നിലനിർത്തുന്നതിലും ജനാധിപത്യം പുലർത്തുന്നതിലും ഒക്കെ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന ചില സുപ്രധാനമായ വിധികൾ പ്രതീക്ഷ നൽകുന്നതാണ്. ഇപ്പോൾ രാജ്യത്തെ മസ്ജിദുകളിൽ സർവേ ആവശ്യപ്പെട്ട് വന്ന ഹർജികളുടെ നടപടികളെല്ലാം സുപ്രീം കോടതി തടഞ്ഞിട്ടുണ്ട്. അത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തന്നെയായിരുന്നു. ഇപ്പോൾ ഇത് വഖഫിലും എടുത്തിരിക്കുന്ന നിലപാട് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. രാജ്യത്തെ ന്യൂനപക്ഷത്തിന് ആശ്വാസം നൽകുന്ന വിധി മെയ് 5 ഉണ്ടാകുന്ന തുടർ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് MR അഭിലാഷ്, അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, ശ്രീ A സമ്പത്ത്, ഒപ്പം തന്നെ ശ്രീ മോഹൻ വർഗീസ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.